ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് രാമായണ പാരായണം 22ാമത്തെ ദിവസം, സുന്ദരകാന്ഡം. നമുക്ക് അത് വായിക്കാം. ഭഗവാൻ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദേ രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമ്മൾ ഹനുമാന് വിരിഞ്ചാസ്ത്രമൊക്കെ ചെയ്ത് ബദ്ധനായിട്ട് രാവണടുക്കെ കൊണ്ട് ബന്ധസ്ഥനായിട്ട് ഇട്ടു ഇന്ദ്രജിത്ത്. ശത്രുക്കൾക്ക് വരെ അത്രമാത്രം സാമാന്യക്കാരനല്ല എന്ന് രാവണൻ പറഞ്ഞു. ശത്രുക്കൾക്ക് ആർക്കും ജയിക്കാൻ പറ്റുകയില്ല ഹനുമാനെ, അത്രമാത്രം സാമാന്യക്കാരനല്ല. നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം. പ്ലവക കുലവരനറിയ സാമാന്യനല്ലിവൻ, പ്രത്യർത്ഥി വർഗത്തിൻ എല്ലാം ഒരന്തകൻ. ഇതാ നമ്മൾ വായിച്ചു നിർത്തിയത്. എല്ലാവർക്കും ഒരു അന്തകൻ തന്നെയാകുന്നു ഹനുമാൻ. രാവണന് മനസ്സിലായി. നിജതനയ വചനമിതി കേട്ടു ദശാനനൻ, നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിടിനാൻ. ഇവൻ ഇവിടെ വരുവതിനു കാരണമെന്തെന്നു, എങ്ങു നിന്നിത്ര വരുന്നതെന്നുള്ളതും, ഉപവനവും അനിശമതു കാക്കുന്നവരെയും ഊക്കോടെ മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതിബലമോടു തകർത്തു പൊടിച്ചതും, തുമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനോട് നീ വിരവിനോട് ചോദിക്ക നീ എന്നു ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും. പ്രഹസ്തൻ മന്ത്രിയായിരിക്കും. അതിനോട് ചോദിച്ചു, അവനോടുന്ന് വരുന്നു, ആര് പറഞ്ഞു വിട്ടതാണ് ഇവിടെ വന്ന് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ള ഉപവനമൊക്കെ നശിപ്പിച്ചതും നക്സഞ്ചരൊക്കെ ഇങ്ങനെ തകർത്തതും പൊടിച്ചതൊക്കെ ഇതെന്താണ് കാരണം ചോദിച്ചറിയാൻ പറഞ്ഞു. പ്രഹസ്തൻ ചോദിക്കുന്നു, പവനസുതനോട് വിനയ നയ സഹിതം ആദരാൽ വിനയത്തോടുകൂടി ചോദിക്കുന്നു. പ്രച്ഛ ചോദിക്കുന്നു, നീ ആരയച്ചു വന്നു കപേ? നിന്നെ ആരായിങ്ങോട്ട് അയച്ചത്? കപേ കവി. നൃപസദസി കഥയ മമ സത്യം മഹാമതേ. നിന്നെ അഴിച്ചുവിടുന്നുണ്ടു നിർണയം. നീ സത്യം പറയൂ, നിന്നെ അഴിച്ചുവിടാം. ഭയം അഖിലാകതളിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്ക് ഒക്കും ഈ സഭ പാർക്ക നീ. ബ്രഹ്മസഭയ്ക്ക് ഒക്കുന്ന ഒരു സഭയാണ് ഇതും. ഇവിടെ നിനക്ക് ഭയം വേണ്ട. ഭയമൊക്കെ കളഞ്ഞിട്ട് കാര്യം നന്നായി സത്യം പറയൂ. അനൃതവചനവും അധർമ്മകർമ്മങ്ങളും അത്ര ലങ്കേശ രാജ്യത്തിങ്കലില്ലടോ. ഇവിടെ അധർമ്മങ്ങളൊന്നുമില്ല ഈ ലങ്കയിൽ. അതുകൊണ്ട് അധർമ്മങ്ങളോ പിന്നെ അനൃത വചനമോ വേണ്ടാത്ത വചനങ്ങളൊന്നും ഇവിടെ ഇല്ല. നല്ല സ്ഥലമാണ് ഈ ലങ്ക.
നിഖില നിശിചരകുല ബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു. വായുതനയനും മനസ്സി രഘുകുലവരനെ മുഹുരവി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ. അത്രയും കേട്ടപ്പോൾ ഹനുമാൻ പറയുന്നു, ശ്രീരാമനെ മനസ്സിൽ ചിന്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് മന്ദഹാസനെ സന്തോഷത്തോടെ ചിരിച്ചും കൊണ്ട് പറയുന്നു. ഹനുമാന്റെ ഹിതോ ഉപദേശമാണ്. സ്ഫുടവചനം അതിവിശദമിതി ശൃണു ജളപ്രഭോ. പൂജ്യനാം രാമദൂതൻ ഞാൻ രാമന്റെ ദൂതനാണ്. ഞാൻ അറിയ നീ അറിയൂ, ഞാൻ രാമന്റെ ദൂതനായിട്ടാണ് ഇവിടെ വന്നത്. ശൃണു ജളപ്രഭു, കേൾക്കൂ രാവണ. ഭുവനപതി മമപതി പുരന്തര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജകുലപതി ശയനൻ അമലൻ അഖിലേശ്വരൻ പൂർവദേവാരാദി ഭുക്തി മുക്തി പ്രദൻ പുരമഥന ഹൃദയമണി നിലയന നിവാസിയാം ഭൂദേശ സേവിതൻ ഭൂതപഞ്ചാത്മകൻ ഭുജകുലരിപുമണി രഥധ്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംവിധൻ നിജജനകവചനം അതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു. അതായത് ശ്രീരാമന്റെ പിതാവ് നിജജനകൻ പിതാവായ ദശരഥന്റെ വചനത്തിന് സത്യമാക്കാൻ വേണ്ടി ഇവിടെ വനത്തിലേക്ക് അവര് മൂന്നുപേരുടെ വന്നതാണ്. ചെന്നു നീ നിർമ്മലൻ കാനനത്തിന് പുറപ്പെട്ടു. ജനകജയും അവരജനുമായി മരുന്ന നാൾ. അതായത് ഈ സീതയും അവരജൻ ലക്ഷ്മണനും ആയിട്ട് അവിടെ കഴിഞ്ഞ സമയത്ത് ചെന്നു നീ ജാനകയെ കട്ടുകൊണ്ടില്ലേ. അതായത് ശ്രീരാമനും ലക്ഷ്മണനും അവിടെ ഇല്ലായിരുന്നല്ലോ, മാനിന്റെ പുറകെ പോയില്ലയോ. അപ്പൊ ജനകജയും അവരജനുമായി മരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കൊണ്ടില്ലേ. അതവിടെ ചോദിക്കണം, എന്താ ഇവിടെ വരാനുള്ള കാരണം, നിന്നെ ആരാ അവിടെ പറഞ്ഞു വിട്ടത്? അപ്പോഴാണ് ഞാൻ ശ്രീരാമ ദൂതനായിട്ട് വന്നതാണ്. എന്താ കാരണം? ഇതാണ് കാരണം, നീ അന്ന് കട്ടുകൊണ്ട് പോയില്ലേ സീതയെ. തവ മരണമിക വരുവതിനൊരു കാരണം. ഇതാണ് ഒരു കാരണം. എന്തിനാ ആര് പറഞ്ഞു വിട്ടു, എന്തിനാ അവിടെ വന്നതെന്ന് ചോദിച്ചതിൻ്റെ ഉത്തരമാണ് ഹനുമാൻ പറയുന്നത്. ഇതാണ് ഒരു കാരണം, നീ കട്ടുകൊണ്ട് പോയതാണ് കാരണം. താമരസോത്ഭവ കൽപ്പിതം കേവലം. ബ്രഹ്മാവിൻ്റെ കൽപ്പിതമാണ്. ബ്രഹ്മാവ് പ്രാർത്ഥിച്ചപ്പോഴാണല്ലോ ഭഗവാനോട് അവതരിച്ചത്. അതാണ് താമരസോത്ഭവ കൽപ്പിതം കേവലം. തതനു ദശരഥ തനയനും മതങ്കാശ്രമീ താപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ. തപന തനയനോട് അനല സാക്ഷിയായി സഖ്യവും താല്പര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം. അതിനുവേണ്ടി തനയോട് സാക്ഷി ആരാ സഖ്യം ചെയ്തത്? സുഗ്രീവൻ. തനയൻ, തപനം സൂര്യൻ, അത് ചൂട്, അതിൻ്റെ പുത്രനാരാ സുഗ്രീവൻ. അതോട് സഖ്യം ചെയ്ത് ആ താല്പര്യം ഉൾക്കൊണ്ട് ചെയ്തോരനന്തരം. ആ താല്പര്യമാണ് ഇവിടെ ഇങ്ങനെ വരാൻ കാരണം. സുഗ്രീവനാണല്ലോ എല്ലാവരെയും കവികളെല്ലാം ഇങ്ങനെ അയച്ചത്. എല്ലായിടവും ലക്ഷം കണക്കിന് കവികളെ വിട്ടതിലാണല്ലോ ഹനുമാനോട് ചെല്ലാൻ കാരണം. അതുകൊണ്ട് തന്നെ സഖ്യം ചെയ്ത കാരണമാണ് ഞാനിവിടെ വന്നത്. അമരപതി സുതനെ ഒരു ബാണേനെ കൊന്നുടൻ അർക്കാത്മജന് കിഷ്കിന്ധയും നൽകിനാൻ. അങ്ങനെ അമരപതി സുതനെ അമരപതി ആരാ? അമരൻ ഇന്ദ്രൻ്റെ സുതനാണ് ബാലി. അപ്പം ബാലിയെ ഒരു ബാണം കൊണ്ട് ശ്രീരാമൻ കൊന്ന്. എന്നിട്ട് കിഷ്കിന്ധയും രാജ്യവും സുഗ്രീവന് കൊടുത്തു. സുഗ്രീവനെ ഈ ബാലിയെ കാരണം ഒളിച്ചു നടക്കുവാൻ സുഗ്രീവൻ എല്ലാ ഭാര്യയും അപഹരിച്ച് രാജ്യമെല്ലാം സ്വന്തമാക്കിയിട്ട് സുഗ്രീവനെ കൊല്ലാൻ വേണ്ടി ഈ ബാലി നടന്നപ്പോൾ ഈ സഖ്യം ചെയ്തത് എന്താ? സുഗ്രീവൻ ഇതെല്ലാം തിരിച്ചു കൊടുക്കാം, സീതയെ അന്വേഷിച്ച് തിരിച്ച് ഇങ്ങോട്ടും ചെയ്യണം ആ സഖ്യം. അതുകൊണ്ട് അമരപതി സുതനെ ഒരു ബാണേന്, അത് ബാലിയെ ഒരു ബാണം കൊണ്ട് കൊന്നുടൻ അർക്കാത്മജന് സുഗ്രീവന് കിഷ്കിന്ധയും നൽകിനാൻ. അടിമലരിൽ അവന മന അഴകിനോട് ചെയ്തതെന്ന് ആധിപത്യം കൊടുത്താതി തീർത്തിടിനാൻ. അങ്ങനെയാണ് സുഗ്രീവന്റെ ആധി തീർത്തത്. അതിനവനും അവനെ തനയൻ അന്വേഷണത്തിനായി അവനി തനയ, അതായത് സീത, അവനി ഭൂമിപുത്രിയാണ്, അവനി തനയ പുത്രി. അതുകൊണ്ട് ഇവിടെ അവന് തനയ അന്വേഷണത്തിനായി ആശകൾ തോറും ഏകൈക 100,000 പ്ലവകുല പരിവൃഢരെ ലഘുതരം അയച്ച് അതിലേകൻ അഹമിക വന്നു കണ്ടിടിനേൻ. ഒരുപാട് കവിവീരന്മാരെ 100,000 പേര് നാനാ വഴിക്കും വിട്ടപ്പോൾ അതിൽ ഒരുവനാണ് ഇവിടെ വന്നത്. ഏകൻ അഹം, അത് ഞാനാണ്. ഈ ഏകനായി ഈ ഇത്രയും കവികളിൽ നിന്ന് ഒരുത്തൻ അഹം, അത് ഞാനാണ് ഇവിടെ വന്നത്. അതിനാണ് ഇവിടെ വന്നത്. ഏകൻ അഹം ഇഹ ഇവിടെ വന്നു കണ്ടിടിനേൻ.
വനജ വിടവികളെയും ഉടനഹ തകർത്തതും. ഇവിടെ ഈ ആരാമമൊക്കെ തകർത്തത് വാനര വംശ പ്രകൃതിശീലം. ഇപ്പോൾ ഇത് കുരങ്ങന്മാരുടെ ഒരു ശീലമാണ്, ഇതൊക്കെ തകർക്കുന്നത്. അവരടങ്ങിയിരിക്കത്തില്ല, എപ്പോഴും കാലും കൈയൊക്കെ അടങ്ങിയിരിക്കത്തില്ലല്ലോ, അതുകൊണ്ട് അത് ഞങ്ങളുടെയൊക്കെ ശീലമാണ്. ഇകലിൽ നിശിചരവരെയൊക്കെ മുടിച്ചത് എന്നെ വധിപ്പതിനായി വന്ന കാരണം. യുദ്ധത്തിൽ ഇവരെയൊക്കെ ഞാൻ കൊന്നതിൻ്റെ കാരണം എന്നെ വധിക്കാൻ വന്നതുകൊണ്ടാണ്. മരണഭയ അകതളരില്ലയാതെ ഭൂവി മറ്റൊരു ജന്തുക്കളില്ലെന്ന് നിർണയം. ഇവിടെ ഏതെങ്കിലും ജന്തുക്കളുണ്ടോ മരണഭീതി ഇല്ലാതെ? എനിക്കും മരണഭീതി ഉള്ളതുകൊണ്ടാണ് ഞാൻ തിരിച്ചങ്ങനെ എന്നെ കൊല്ലാൻ വന്നതുകൊണ്ട് ഞാനും ചെയ്തു. ദശവദന സമരഭുവി ദേഹരക്ഷാർത്ഥമായി തൊൽ ഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനകം. അതുകൊണ്ട് ദശവദന രാവണ സമരഭുവി ദേഹരക്ഷാർത്ഥമായാണ് തൊൽ ഭൃത്യവർഗത്തെ, അങ്ങയുടെ ദാസന്മാരെയൊക്കെ ഞാൻ നിഗ്രഹിച്ചത് എൻ്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയാണ്. ദശനിയുതശത വയസ്സി ജീർണമെന്നാകിലും ദേഹികൾക്ക് ഏറ്റവും പ്രിയം ദേഹമോർക്ക നീ. 100 കോടി വയസ്സ് നമുക്ക് വന്നാലും ദേഹം ജീർണിച്ചാലും നമുക്ക് ദേഹികൾക്ക് ഏറ്റവും പ്രിയം ആരെയാ? നമ്മുടെ ദേഹത്തെ തന്നെയാണ്. അത് നമുക്ക് വേണ്ടി തന്നെ നമ്മൾ പൊരുതും. അതുകൊണ്ട് എനിക്ക് എൻ്റെ ദേഹത്തിന് വേണ്ടി, ഞാൻ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ അവരെ വധിച്ചതാണ്. എന്നെ അവർ കൊല്ലാൻ വന്നത്. 100 കോടി വയസ്സായാലും ദേഹം ജീർണിച്ചാലും നമുക്ക് ഭയമുണ്ടല്ലോ നമുക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ ദേഹത്തിന് നമ്മൾ കാത്തുകൊള്ളണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ചെത്താവ തനയകര ഗളിത വിധി വിശിക പാശേന തത്ര ഞാൻ ബദ്ധനായേനൊരു കാൽക്ഷണം. അതുകൊണ്ട് തവ തനയ കരകളിത, അതായത് താങ്കളുടെ രാവണൻ്റെ തനയ മകൻ്റെ കരകളിത വിധി വിശിക പാശേന, അത് ബ്രഹ്മാസ്ത്രം കൊണ്ടാണല്ലോ ഇവിടെ ബന്ധിച്ചത്. അതുകൊണ്ട് ഞാൻ ബദ്ധനായേൻ ഒരു കാൽക്ഷണം, ഞാൻ ഒരു അല്പസമയം കൊണ്ട് ഞാനിങ്ങനെ ഒരു കാൽക്ഷണം, പിന്നെ തന്നെ അഴിഞ്ഞു പോയി, അത് ഞാനിങ്ങനെ ആയി. അതെന്താ? എന്നെ ബന്ധിച്ചത് കൊണ്ടാണ്. കമലഭവ മുഖസുരവര പ്രഭാവേനമേ കായത്തിനേതുമേ പീഡയുണ്ടായി വര. ബ്രഹ്മാദികളുടെ അനുഗ്രഹം എനിക്കുള്ളത് കൊണ്ട് എൻ്റെ ശരീരത്തിന്, ശരീരം, ഈ ശരീരത്തിന് പീഡയുണ്ടായി വര. പരിഭവവും ഒരു പൊഴുതും മരണവും അകപ്പെടാ. എനിക്ക് പരിഭവവും ഇല്ല, മരണവും എനിക്ക് വരത്തില്ല. പരിഭവവും ഒരു പൊഴുത് മരണവും എനിക്ക് വരത്തില്ല, അകപ്പെടാ. ബദ്ധഭാവേന വന്നിടിനേൻ അത്ര ഞാൻ. എന്നെ ഇത് ബന്ധിച്ചു കൊണ്ട് ഇവിടെ വന്നതാണ്. അതിനും ഇത് പൊഴുതിൽ ഒരു കാരണമുണ്ട്. കേളദ്യഹിതം തവ വക്ത് ഉദ്യുക്തനായി. അത് ഞാൻ പറയാം, അതിനൊരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാനിങ്ങനെ വന്ന് എന്നെ ബന്ധിച്ചുകൊണ്ട് വരാൻ ഒരു കാരണമുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ വരേണ്ടി വന്നത്. ഇതുപൊഴുതിൽ ഒരു കാരണമുണ്ട്. കേൾക്കൂ അദ്യഹിതം, നിങ്ങൾക്കുള്ള ഹിതത്തിന് തവ മുദ്യുക്തനായി, അത് നല്ലതായുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. രാവണന് വേണ്ടത് ഉപദേശം കൊടുക്കുകയാണ്. അതിനു വേണ്ടിയാണ് എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നത്, ബന്ധിച്ചത്. അല്ലെങ്കിൽ അതിനും അത് വേണ്ടി വരത്തില്ലായിരുന്നു. രാവണന് അറിവില്ലായ്മ കൊണ്ടാണല്ലോ. അതുകൊണ്ട് അത് ഞാൻ പറയാൻ തുടങ്ങുവാണ്. ഹനുമാൻ പറഞ്ഞു കൊടുക്കുക. അകതളിരിൽ അറിവ് കുറയുന്നവർക്ക് ഏറ്റവും ഉള്ള അജ്ഞാനമൊക്കെ നീക്കണം ബുധജനം. ഹനുമാൻ ബുധജനമാണ്, വിദ്വാനാണ്, ജ്ഞാനിയാണ്. അതെന്തുവാ? അകതളിരിൽ അറിവില്ലാത്ത കുറവുള്ളവർക്ക് അവരുടെ അജ്ഞാനം നീക്കേണ്ട കടമ ബുധജനത്തിനുണ്ട്. യഥാർത്ഥ ഒരു ജ്ഞാനി ഈശ്വരനോട് സ്നേഹം ഉണ്ടെങ്കിൽ അറിവില്ലാത്തവരുടെ അതങ്ങനെ അല്ലെങ്കിൽ ഇന്ന ദോഷം സംഭവിക്കും എന്ന് ഞാൻ പറഞ്ഞു തരാനിട്ട് എന്നെ ഇവിടെ കൊണ്ട് ഇട്ടതാണ് എന്ന് ഹനുമാൻ പറഞ്ഞു. അതു ജഗതി കരുതു കരുണാത്മനാം ധർമ്മം എന്ന ആത്മോപദേശ അജ്ഞാനിനാം മോക്ഷതം. അതുകൊണ്ട് കരുതു കരുണാത്മനാം ധർമ്മം എന്ന ഉപദേശ അജ്ഞാനിനാം, ഇതിൻ്റെ അജ്ഞാനം മാറ്റി മോക്ഷത്തേക്ക് കൊണ്ടുപോകും. മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയെ ഭവാൻ മഗ്നനായിടല മോഹമഹാബുധോ. അത് മനസ്സിൽ കരുതു, ഭുവനഗതിയെ വഴിയെ ഭവാൻ. അതുകൊണ്ട് ഇത് മഗ്നനായിടല മോഹമഹാബുധു തേജ മനസ്സി. ഈ മോഹമാകുന്ന ആ സമുദ്രത്തിൽ നിന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ത്യജിച്ചിട്ട് ദശവദന രാക്ഷസീ ബുദ്ധിയെ, അതായത് രാക്ഷസ ബുദ്ധിയെ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടുന്നു. ഈശ്വര ഗതിയെ, ഈശ്വര വഴിയെ, ഈശ്വരൻ്റെ വഴി എന്താകുന്നു അതിനെ നീ ആശ്രയിച്ചിടൂ. അതു ജനന മരണഭയ നാശിനി നിർണയം അന്യയായുള്ളത് സംസാരകാരിണി. അപ്പം അങ്ങനെ ഈശ്വരഗതി നമ്മൾ ആശ്രയിച്ചാൽ അത് ജനന മരണഭയ നാശിനിയാണ്, ജനന മരണത്തിനെ നശിപ്പിക്കുന്നതാണ്, അത് മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് നിർണയം അന്യയായുള്ളത് സംസാരകാരണിയാണ്. ഇത് ഈ ലോകചിന്തയാണ് അതല്ലാത്തത്. ഇവിടെ സീതയെ മോട്ടിച്ചുകൊണ്ട് വെച്ചേക്കുന്നതൊക്കെ അന്യായമായ കാരണം. അത് ഈ സംസാര ദുഃഖത്തിലേക്ക് കടത്തിവിടത്തേ ഉള്ളൂ. ജനന മരണ ഭീതി ഇല്ലാതാവണമെങ്കിൽ നമ്മൾ ന്യായമായത് ചെയ്യണം. അതുകൊണ്ട് ദൈവഗതി നമ്മൾ ചെയ്യണം. അന്യായമായത് ചെയ്താൽ, അതായത് വല്ലവരുടെ ധനവും ഭാര്യയൊക്കെ പിടിച്ചു പറിച്ച് വെച്ചാൽ എന്ത് വരും? പാപമാണ്. അത് സംസാരകാരണിയാണ്, ഈ ലോകത്തിലേക്കുള്ള നാശത്തിനുള്ളതാണ്.
അമൃതഘന വിമലപരം ആത്മബോധോചിതം അത്യുത്തമാന്വയോത്ഭൂതനല്ലോ ഭവാൻ. കളകതവ ഹൃദി സപതി തത്വബോധേന നീ കാമകോപ ദ്വേഷ ലോഭമോഹാദികൾ കമലഭവ സുത തനയാ നന്ദനാകയാൽ കർപ്പൂരഭാവം പരിഗ്രഹിയായ നീ ബ്രഹ്മപുത്രനായ പുലസ്ത്യൻ്റെ പൗത്രനാണ്. അതുകൊണ്ട് കർപ്പൂരഭാവം പരിഗ്രഹിക്കായ അത് രാക്ഷസ സ്വഭാവം കളയൂ. അത്രമാത്രം നീ ആരാണ്? കമലഭവ സുത തനയനാണ്. കമലഭവനായ താമര കമലം. ആ ബ്രഹ്മാവാണല്ലോ കമല പത്മപുത്രൻ. അതിൻ്റെ സുതൻ്റെ തനയൻ, അതായത് ബ്രഹ്മാവിൻ്റെ പുത്രൻ്റെ പുത്രൻ, അതിൻ്റെ നന്ദനാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രൻ്റെ പുത്രൻ, അതാണ് ബ്രഹ്മപുത്രനെ പുലസ്ത്യൻ്റെ പൗത്രനാണ്. അപ്പോൾ ഇങ്ങനെ നീ അതുകൊണ്ട് കർപ്പൂരഭാവം, നീ നല്ലവനാണ്, നീ ബ്രഹ്മാവിൻ്റെ കൊച്ചു മകനാണ്, കുട്ടിയുടെ മകൻ. അതുകൊണ്ട് നീ കർപ്പൂരഭാവം, നീ രാക്ഷസ സ്വഭാവം കളഞ്ഞിട്ട് പരിഗ്രഹിയായിക നീ ധനുജസുര മനുജ ഖഗ മൃഗ ഭുജക ഭേദന. ധനുജ അസുരൻ, സുരൻ ദേവൻ, മനുജൻ മനുഷ്യൻ, ഖഗം പക്ഷി, മൃഗം, ഭുജകം സർപ്പം, ഭേദേന ഇതെല്ലാം ഭേദമില്ലാതെ ദേഹാത്മബുദ്ധിയെ സഞ്ചരിച്ചിടും. നമ്മുടെ ഇതെല്ലാത്തിൻ്റെയും ആത്മാവ് ഏകമാണല്ലോ. അതുകൊണ്ട് ഇതിനെല്ലാം ഭേദം കൂടാതെ എല്ലാത്തിനും സഞ്ചരിച്ചിടും നീ. പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവില്ലറിയടോ. ആത്മാവല്ല ഇതൊന്നും. അതുകൊണ്ട് ഇതൊക്കെ പ്രകൃതിയിലെ ഈ ശരീരത്തിൻ്റെ ദേഹങ്ങളാണ് ഇതെല്ലാം. അതെല്ലാം നമ്മൾ ത്യജിക്കൂ. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടേ? പരമാത്മാവിനെ തിരിച്ചറിയൂ. ഇത് ആത്മാവിൻ്റെ കാര്യങ്ങളല്ല, ഇതൊക്കെ ഈ ലോക ചിന്തകൾ. അതുകൊണ്ട് രാഷ്ട്ര സ്വഭാവം ഈ ലോക ചിന്തയ്ക്ക് ദുരിതമാണ്, ദുരിതാബ്ധി, സംസാര സാഗരമാണ്. അതിനെ കടന്നു പോകണമെങ്കിൽ ഈശ്വര വഴി നമ്മൾ നേടണം. അത് പ്രകൃതി ഗുണ പരവശതയാ ബദ്ധനായി വരത്തേ ഉള്ളൂ. ഈ പ്രകൃതി അങ്ങനെയാണ്, അതിനകത്ത് ബന്ധപ്പെടേണ്ട. പ്രാണദേഹങ്ങൾ ആത്മാവല്ല അറിയടോ. ഈ പ്രാണവും ദേഹവും ആത്മാവല്ല. പ്രാണവും ദേഹവും എന്ന് പറയുന്നത് നശിക്കുന്നതാണ്. ആത്മാവിന് നാശമില്ലാത്തതുകൊണ്ട് നീ ആത്മാവിനെ അറിയൂ. അമൃതമയനജൻ അമരൻ അദ്വയൻ അവ്യയൻ ആനന്ദപൂർണ്ണൻ ഏകൻ പരൻ കേവലൻ. പരമാത്മാവിനെ വർണ്ണിക്കുന്നതാണ്. നിരുപമൻ അമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ നിഗമവര നിലയൻ അനന്തൻ ആദ്യൻ വിഭൂ നിത്യൻ നിരാകാരൻ ആത്മാ പരബ്രഹ്മം. വിധിഹരി ഹരാദികൾക്കും തിരിയാതവൻ. ഈ പരമാത്മ വസ്തുവായിരിക്കുന്ന പരബ്രഹ്മം വിധി ബ്രഹ്മാവിനും ഹരിഹര വിഷ്ണു മഹേശന് പോലും, അത് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന് പോലും അറിയാൻ പറ്റുകയില്ല പരബ്രഹ്മത്തെ, പരമാത്മാവിനെ. അതാണ് ആ പരമാത്മാവാണല്ലോ നാരായണനാണല്ലോ കൃഷ്ണനും ശ്രീരാമനായിട്ടൊക്കെ അവതരിക്കുന്നത്. അതുകൊണ്ട് ഇത് നിത്യൻ നിരാകാരൻ ആത്മാ പരബ്രഹ്മം. വിധി ഹരിഹരാദികൾക്കും തിരിയാതവൻ. ആർക്കും ആ പരമാത്മനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. വേദാന്ത വേദന അവേദന അജ്ഞാനിനാം സകല ജഗതിതം അറിയ മായാമയം പ്രഭു സച്ചിന്മയം സത്യബോധം സനാതനം ജഡം അഖില ജഗതിതം അനിത്യം അറിയ നീ. ഈ അഖിലത്തിലും ഇരിക്കുന്ന ഈ ജഡം, ഇത് അഖിലവും നമ്മുടെ എല്ലാം ശരീരങ്ങളെല്ലാം ഇത് അനിത്യമെന്ന് അറിയ നീ. ജന്മജരാമരണാദി ദുഃഖാന്യത. ഇത് ഹനുമാൻ ബന്ധനസ്ഥനായി അവിടെ ചെന്നത് ഇതിനൊരു കാരണമുണ്ട്. ഇതാണ് കാരണം. ഈ കാരണം കൊണ്ട് എന്നോട് കൊണ്ടിട്ടേക്കെന്ന് പറയുന്നത് ഈ രാവണന് ഇതൊക്കെ ഉപദേശം കൊടുക്കാനാണ്. പക്ഷെ അയാൾക്ക് ഇതൊന്നും ബാധകമല്ല, അയാളൊന്നും കേൾക്കത്തില്ല, അയാൾക്ക് ഇഷ്ടമല്ല. എങ്കിലും പറയാനുള്ളത് ഹനുമാൻ പറയണമല്ലോ, അതിനൊരു കാരണം കൊണ്ട് അവിടെ ഇട്ടല്ലോ. അപ്പം ജന്മജര മരണാദി ദുഃഖാന്വിതം. ജനനവും മരണമൊക്കെ നമുക്ക് ദുഃഖങ്ങളാണ്. 60 പണി പരമം പുരുഷമറിമായങ്ങൾ ആത്മാനം ആത്മനാ കണ്ടു തെളിയ നീ. 60 ഇതൊക്കെ പണി പരമമാണ്. നമുക്കിതിന് ജന്മ മരണാദി ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടണമെങ്കിൽ നമുക്കിതിന് വലിയ പണിയാണ് അത് ആക്കിയെടുക്കാൻ. അതുകൊണ്ട് 60 പണി പരമം പുരുഷമറിമായങ്ങൾ ആത്മാനം ആത്മനാ കണ്ടു തെളിയ നീ. പരമഗതി വരുവതിന് പരം ഒരു ഉപദേശവും പാർത്ത് കേട്ടിടു ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ. അനവരതം അകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്ന് നിർണയം. നമ്മുടെ ഉള്ളിൽ ആത്മവിശുദ്ധി വരണമെങ്കിൽ നമ്മൾ അനവരതം അകതളിരിൽ അമിത ഹരിഭക്തി വേണം. നമ്മുടെ ഉള്ളിൽ എത്രത്തോളം അമിതമായ ഹരിഭക്തി ഉണ്ടോ അകതളിൽ അപ്പോഴാണ് തെളിയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആത്മവിശുദ്ധി വരും, അത് നിർണയം. അകമലരും അകലും അളവതി വിശുദ്ധമാണ്. അപ്പോൾ നമ്മുടെ അകമലർ എന്ത് വരും? അകലും അഴുക്കകലും. അകമലരിൽ
അധികമായ ഭക്തി വരുമ്പോൾ അകമലിരിക്കുന്ന അകം അഴുക്ക് അകലും അളവതി വിശുദ്ധമായ ആശു തത്വജ്ഞാനവും ഉദിക്കും. അപ്പോൾ അളവതിലും അത്രമാത്രം അളക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? വിശുദ്ധമായ ആശ് എന്നുണ്ടാകും തത്വജ്ഞാനം ഉദിക്കും നമ്മുടെ ഉള്ളിൽ. എന്താ? ഈശ്വര ഭക്തി കൊണ്ട് അധികമായ ഭക്തി വരുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന അകമൊക്കെ അകലും, അഴുക്കൊക്കെ പോകും. എന്നിട്ട് അധികമായ ഭക്തിയിൽ വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് വിശുദ്ധി ഉണ്ടാകുന്ന. അപ്പോൾ എന്ത്? തത്വജ്ഞാനം. നമുക്ക് ഇതൊക്കെ വായിക്കാനുള്ള അറിവുണ്ടാകും. ഇതെന്താണ് നമ്മൾ വായിക്കുന്നുള്ള നമുക്ക് തിരിച്ചറിവുണ്ടാകുന്ന ഉള്ളിലുള്ള ഫുള്ള് വിശുദ്ധമാകുമ്പോൾ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ പരമാത്മാവ് നമുക്ക് പറഞ്ഞു തരും. കുറേയൊക്കെ. അതുകൊണ്ട് വിമലതര മനസ്സി ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവല ആനന്ദാനുഭൂതിയാൽ. അപ്പോൾ നമുക്ക് എന്തൊരു ആനന്ദമായിരിക്കുന്ന അനുഭൂതി ഉണ്ടാകും. രജനിചര വനദഹന മന്ത്രാക്ഷരദ്വയം. അപ്പോൾ എന്തുവരും? രജനിചര വനദഹന മന്ത്രാക്ഷരദ്വയം. ഈ രജനി രാത്രിയാണ്. അപ്പോൾ രാത്രിയും ചേർന്ന് എന്താ ഈ രാക്ഷസർക്ക് പേര് വന്നത്? അത്രമാത്രം അജ്ഞാനികളാണ്. രാത്രി പോലെയാണ്, ഇരുള. അതിനാണ് രാത്രീഞ്ചരൻ രജനീചരൻ എന്നൊക്കെ വിളിക്കുന്നത്. എന്തിനാ? ഈ ഈ രാക്ഷസന്മാരെ അവരുടെ ഉള്ള അത്രമാത്രം അന്ധകാരമാണ്, അവർക്ക് വെളിവില്ല. അതുകൊണ്ട് ആ രജനി ഇങ്ങനെയുള്ള ഇതൊക്കെ മാറണം. എന്ത് വേണം? മന്ത്രാക്ഷരം ദ്വയം. രാമ, ഭഗവാനെ വിളിക്കണം രാമ. ഈ രാമനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ രാവണനോട് പറഞ്ഞു കൊടുക്കുന്നത് രജനീചര വനദഹന. ഈ അങ്ങനെ അഹങ്കാരമായിരിക്കുന്നതെല്ലാം ദഹിച്ചു പോകും, കത്തിപ്പോകും. ഈ രാമമന്ത്രാക്ഷരം നമ്മുടെ ഉള്ളോട്ട് ചെല്ലുമ്പോൾ അഴുക്കായത് മൊത്തം പോയിട്ട് ആ രാവണൻ്റെ ഉള്ളം അന്ധകാരമായിട്ട് പ്രകാശിക്കും. അപ്പോൾ രജനീചര വനദഹനം. ഇങ്ങനെ ഇരിക്കുന്ന വനം, രാത്രിയായിരിക്കുന്ന ഈ കുറ്റാക്കുട്ടികളുടെ കാട് കത്തി എരിഞ്ഞു പോകും. എന്ത് ചെല്ലുമ്പോഴാ? രാമ എന്ന് പറയുമ്പോൾ ഉള്ളിൽ തെളിയും പ്രകാശം. രജനീചര വനദഹന മന്ത്രാക്ഷര ദ്വയം. 2 രാമ 2 അക്ഷരം, മന്ത്രാക്ഷരം ദ്വയം 2 അക്ഷരം. രാമ രാമേതി സദൈവ ജപിക്കുകയും എപ്പോഴും അത് ജപിക്കുകയും. രതി സപതി നിജഹൃതി വിഹായ നിത്യമുത. നിത്യവും ഇതിങ്ങനെ രതി സപതി നിജഹൃതി വിഹായ നിത്യമുത രാമപദ ധ്യാനം ഉള്ളിൽ ഉറക്കുകയും. മറ്റെല്ലാം നമ്മൾ ലൗകിക വിഷയങ്ങളിലെ ആശകളെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്ന് വെച്ചാൽ രതി സപതി നിജഹൃതി ആ അഹങ്കാരമായിരിക്കുന്ന എല്ലാം നമുക്ക് വിഹായ നിത്യമുത. ഈ അഹങ്കാര അന്ധകാരങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങ് മാറിപ്പോകുമ്പോൾ എന്ത് വരും? രാമപദ ധ്യാനം ഉള്ളിൽ ഉറയ്ക്കും. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ പിന്നെ ആരാ അവിടെ കുടികൊള്ളുന്നേ? ഈ മന്ത്രാക്ഷരം രാമ ആത്മാവിൽ രമിക്കുക, രാമൻ നമ്മുടെ ഉള്ളിലാവുക. ഈ രജനിയായിരിക്കുന്ന ഈ ലോക ചിന്തകളെല്ലാം രജനിയാ, രാത്രിയാ, അന്ധകാരമാ. അതൊക്കെ പോകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ 2 അക്ഷരം വേണം, രാമ. അത് ഹൃദയത്തിലെങ്ങനെ പതിയും. അപ്പോൾ നമുക്ക് ധ്യാനം ഉറയ്ക്കും. അറിവ് ചെറുതകതളിരിൽ ഒരു പുരുഷൻ ഉണ്ടെങ്കിൽ ആഹന്ത വേണ്ടുന്നതാകയാൽ ആശു നീ. അതായത് അല്പമെങ്കിലും ഈ അറിവ് ചെറുതകതടിൽ ഉണ്ട് ഒരു പുരുഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ അഹന്ത വേണ്ടുന്നതാകയാൽ ആശു നീ. ഭജഭവ ഭയാവഹം ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപദാംബുജം. എന്തൊരാനന്ദം! മധുമഥന ചരണ സരസജ യുഗളം ആശു നീ. മൗഢ്യം കളഞ്ഞു ഭജിച്ചുകൊണ്ടീടടോ. മൗഢ്യമല്ല നിന്റെ മനസ്സിലാ ഈ മൗഢ്യം, ബുദ്ധിഹീനത, അന്ധകാരം ഇതൊക്കെ കളഞ്ഞിട്ട് നീ സരസയുഗളം ആശു നീ ഭജിച്ചിട്ടോ. ഭഗവാൻ നീ ഭജിക്കൂ. കുസൃതികളും ഇനി മനസ്സിൽ കനിവോട് കളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കൂ. നീ വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള വഴി തെളിച്ചെടുക്കൂ. ഈ കുസൃതികൾ ഇനി മനസ്സിൽ നിന്ന് കനിവോട് കളയൂ. എന്താ കുസൃതി? വല്ലവന്യം ഭാര്യ, സ്വത്ത് ഇതൊക്കെ പിടിച്ച് വെച്ചേക്കുന്ന കുസൃതികളല്ലേ? രാവണൻ്റെ സീതയെ കൊണ്ട് വെച്ചാൽ അതുപോലെ എത്ര നല്ല നല്ല പതിവ്രതകളായ സ്ത്രീകളെയൊക്കെ അവൻ ദ്രോഹിച്ചിട്ടുണ്ട്. അതൊക്കെ അവൻ്റെ കുസൃതികളല്ലേ, അഹങ്കാരമല്ലേ? ഇതൊക്കെ മാറ്റിയിട്ട് നീ എന്ത് ചെയ്യണം? ഈ മൗഢ്യമൊക്കെ നീ കളഞ്ഞിട്ട്, ഈ അഹങ്കാരം നീ കളഞ്ഞിട്ട് ശ്രീരാമപാദം ഭജിച്ചു കൊണ്ടിടോ. കുസൃതികളും ഇനി മനസ്സിൽ കനിവോട് കളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കൂ. നീ പരധന കളത്ര മോഹേന നിത്യം വൃഥ. പാപം ആർജിച്ച് കീഴ്പോട്ട് വീണിടല. തലയും കുത്തി താഴേക്ക് പോകല്ലേ. അന്യൻ്റെ ധനം, കളത്രം അത് ഭാര്യ, മോഹേന ആഗ്രഹിച്ച്, നിത്യവും വൃഥ വെറുതെ നീ ഈ പാപമെല്ലാം ആർജിച്ച് നീ കീഴ്പോട്ട് വീണിടല. നീ നരകക്കുഴിയിലേക്ക് അധോഗതി പതിക്കരുതേ. നളിനദല നയന അഖിലേശ്വരം മാധവം നാരായണം ശരണാഗത വത്സലം പരമപൂരുഷം പരമാത്മാനം അദ്വയം ഭക്തി വിശ്വാസന സേവിക്ക സന്തതം. അത്രത്തോളം നീ ഭക്തി, അത് എന്തുമാത്രം കാര്യങ്ങളത് അറിയാമെങ്കിൽ ആലോചിച്ച് നോക്കും. ഇതൊക്കെ പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ കഴിഞ്ഞ വർഷം തുടങ്ങിയതാ.
ഇത് ആദ്യമായിട്ട് കിട്ടിയതാണ്, പിന്നെ ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ഭക്തിയായിട്ട് ഇത് നമുക്ക് പോകെ പോകെ വായിച്ചു പോകും. പിന്നെ പിന്നെ പുതിയ പുതിയ വീണ്ടും വീണ്ടും ജനനം ഉള്ളതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ഇത് അർത്ഥം മനസ്സിലാക്കി എടുക്കുക. കുറേ നേരം അടുക്കടുക്ക വായിക്കണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഇത് നമുക്ക് വലിയ പാടാണ് ആദ്യമായിട്ടൊക്കെ വായിക്കുമ്പം. അതുകൊണ്ട് ഇതെല്ലാം വലിയ വലിയ ഉപദേശങ്ങളാണ് ഈ ഹനുമാൻ ഈ രാവണന് കൊടുത്തേക്കുന്നത്. പക്ഷേ അവനിത് കൊടുക്കേണ്ടവനല്ല, അവൻ അതിന് ആഗ്രഹമുള്ളവനല്ല. പക്ഷേ എങ്കിലും അത്രയും കൊടുത്തില്ലെങ്കിൽ സീതയെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അവന് മരണമല്ലേ. അതുകൊണ്ട് അത് മരിക്കാതിരിക്കാൻ നന്മ ചെയ്യാനായിട്ട് ഹനുമാൻ ഇങ്ങനെ ഉപദേശിക്കുന്നു. ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് സീതയെ ഒഴിച്ച് അവിടുന്ന് ഇവർ കൊടുത്തിരുന്നെങ്കിൽ ശ്രീരാമൻ അത്രമാത്രം ഭക്തി സ്നേഹമുള്ളവനാ ഭഗവാൻ ശ്രീരാമൻ. അതൊക്കെയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഭക്തി വിശ്വാസന സേവിക്ക സന്തതം ശരണമിതി ചരണ കമലേ പതിച്ചിടോ. നീ ശരണം ആ ചരണകമലത്തിൽ ഭഗവാന്റെ ശ്രീരാമ പാദത്തിൽ നീ പതിക്കൂ. ശത്രുഭാവത്തെ ത്യജിച്ച് സന്തുഷ്ടനായി നീ നിന്റെ ശത്രുഭാവം എല്ലാം ത്യജിച്ച് കളയൂ. എന്നിട്ട് സന്തുഷ്ടനായി കലുഷം അനവധി ചടുതി ചെയ്തെന്നാകിലും നീ എത്രമാത്രം പാപങ്ങൾ അനവധി ചടുതി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കാരുണ്യം ഈ വണ്ണമില്ല മറ്റാർക്കുമേ. ഭഗവാൻ ശ്രീരാമനെ പോലെ കാരുണ്യം ആർക്കുമില്ല. അതുപോലെ എന്താ കാരണം, നീ ഇനിയായാലും നീ എന്തെല്ലാം പാപം ചേരണം, നീ അതെല്ലാം ഇനിയെങ്കിലും അത് കളയൂ, ഭഗവാൻ എല്ലാം ക്ഷമിച്ചുകൊള്ളും എന്ന് പറഞ്ഞു കൊടുത്തു. രഘുപതിയെ മനസ്സിൽ കരുതുകിൽ അവന് ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ. ഭഗവാൻ ശ്രീരാമനെ നമ്മൾ മനസ്സിൽ കരുതിയാൽ പിന്നൊരു ജന്മം ഉണ്ടാകയില്ല. സനകമുഖ മുനികൾ വചനങ്ങൾ തോർക്കടോ. സനകാദി മഹർഷിമാരുടെ മുനിമാരുടെയൊക്കെ വചനങ്ങൾ നീ കേൾക്കടോ, അറിയടോ. സത്യം മയോക്കം വിരിഞ്ചാതി സമ്മതം. ഇതെല്ലാം സത്യമാണ്, അത് വിരിഞ്ചാതിയോളം സമ്മതമാണ്. അമൃത സമ വചനമിതി പവന തനയോദിതം അത്യന്ത രോഷേണ കേട്ടോ ദശാനനൻ. ദശാനൻ ഇതെല്ലാം കേട്ടിട്ട് എന്താ പറയാൻ പോന്നേ? നയനം 20 അധ കനൽ ചിതറുമാറുടൻ. നയനം 20 10 തലയുണ്ട്, അപ്പം 20 കണ്ണ് വരത്തില്ലയോ? ഈ 20 കണ്ണിലും കൂടെ എന്തോ തീ ചിതർന്ന് ദേഷ്യം. ഇത്രയും നീ ആരാടാ എനിക്ക് പറഞ്ഞു തരാൻ എന്നും പറഞ്ഞ് നയനം കണ്ണ് 20 അധ കനൽ ചിതറുമാറ. കനൽക്കട്ട ഇങ്ങനെ വരുക. നന്നായി ഉരുട്ടി മിഴിച്ച് ചൊല്ലിടിനാൻ. നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിട്ട് പറയുന്നു. തിര സദൃശം ഇവയെ ഇനി വെട്ടി നുറുക്കും. ഇവരെ അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയും ഇവനെ വെട്ടി നുറുക്കിക്കളാ. ഈ ഉപദേശം കൊടുത്തപ്പം ഇവന് ദേഷ്യം വിടുന്ന രാവണൻ, ഇതെല്ലാം അവന് ദഹിക്കൂ. അപ്പം തില സദൃശം ഇവനെ ഇനി വെട്ടി നുറുക്കുവിൻ. ധിക്കാരം ഇത്ര കണ്ടിയില്ല മറ്റാർക്കും. ഇത്രയും ധിക്കാരം ആർക്കും ഞാൻ കണ്ടിട്ടില്ല. മാമ നികട പോയി വിടവോടൊപ്പം ഇരുന്ന് മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ? എൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് വേറൊരുത്തൻ ഇങ്ങനെ പറയുമോ ഇവനല്ലാതെ? അതുകൊണ്ട് ഇവനെ വെട്ടി നുറുക്കുവിൻ. ഭയവും ഒരു വിനയവും ഇവന് കാണുവാനില്ല. ഇവന് ഭയവുമില്ല, ഒരു വിനയവുമില്ല. ഇതൊക്കെ പറയാൻ വിനയിക്കേണ്ട കാര്യം എന്തോ? ഭഗവാൻ തന്ന അറിവിനെ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ നമ്മുടെ അവിടെ രാവണ നീ ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ എന്ന് പറഞ്ഞാൽ അതൊരു ശരിയാണോ? ഇത് പറയുമ്പോൾ നല്ല നല്ല ഗാംഭീര്യം വേണം. ഭഗവത് കൃപയാണ്, ഭഗവത് കൃപയോടെയാണ് ഹനുമാൻ പറയുന്നത്. അപ്പോൾ അവിടെ ഹനുമാൻ ഒന്നും നോക്കണ്ട. രാവണൻ ആരാ? ബ്രഹ്മാവായാലും നോക്കേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താം. ബുധജനങ്ങൾ അങ്ങനെയാ, വിദ്വാൻമാർ അങ്ങനെയാ. ഇവിടെ രാവണൻ അവിടെ രാജാവൊക്കെ ആയിരിക്കാം, ഹനുമാൻ വരും ഒരു കുരങ്ങനായിരിക്കാം. പക്ഷേ ആർക്കാണ് അവിടെ വിദ്വാൻ ആരാണ്? അവിടെ ഹനുമാനാണ്. അപ്പോൾ ഹനുമാൻ അവിടെ നന്നായി തന്നെ പറഞ്ഞു കൊടുക്കാം. കാരണം തെറ്റാണ് കാണിച്ചത് മൊത്തം. വല്ല കുട്ടികളെയും പിന്നെ ആരുടെയെങ്കിലും ഭാര്യയൊക്കെ പിടിച്ചവിടെ വെക്കുന്ന വെച്ചാൽ എന്ത് മര്യാദയാണുള്ളത്? അപ്പോൾ ഒരു വിദ്വാന്, അതായത് ഒരു ബുധന് ഇത് കണ്ടിട്ട് സഹിക്കൂ? ഹനുമാന് ഭക്തനല്ലേ? അപ്പോൾ അത് അവിടെ ഇവനോടൊപ്പം ഇരുന്ന് പറയുന്നതുകൊണ്ട് ഇവനെ വെട്ടി നുറുക്കാൻ. ഹനുമാൻ എന്തിനു ഭയക്കണം? ഭഗവാൻ ഉള്ളിലില്ലേ? ഭഗവാൻ ഹനുമാൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ? അതായത് അവനെപ്പോലുള്ളവർ അവിടെ ഇരുന്ന് അവനെ തൊഴുവും. രാവണനെ പോലെയുള്ള അജ്ഞാനികൾ കൂടിരുന്ന് അത് കേൾക്കുമ്പം രാവണൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോളും. അയ്യോ ഞാൻ അവിടെ ദാസനാണെന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ഹനുമാൻ അവരുടെ ദാസനല്ലല്ലോ. ഹനുമാൻ ശ്രീരാമ ഭക്തനാ. അത് ഇങ്ങനെ കെട്ടിക്കൊണ്ടിടുകയും ന്യായക്കേട് കാണിക്കുകയും ചെയ്യുമ്പോൾ അറിവുള്ളത് പറഞ്ഞു കൊടുക്കണം. നന്മ ചെയ്യുന്ന അറിഞ്ഞെങ്കിൽ അറിയാതിരുന്നത് വേണ്ട, അറിഞ്ഞോട്ടെ. വേണമെങ്കിൽ അറിഞ്ഞിട്ട് അത് ചെയ്യുക, അതല്ലേ അനുഭവിച്ചോളുക. മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ? ഭയവും ഒരു വിനയവും ഇവന് കാണുവാനില്ല. രാവണ നീ ഇങ്ങനെ സീതയെ വിട്ടോട് എന്ന് പറഞ്ഞ് അവൻ കേൾക്കുമോ? അതുമല്ല, അത് ന്യായമല്ലല്ലോ. അതൊരു സാധാരണക്കാരന് പോലും അങ്ങനെ പറയാൻ, രാജാവിന് മുമ്പിൽ നിന്ന് പറയാനാകത്ത ഹനുമാന് മാത്രമേ പറയാൻ പറ്റൂ. ഹനുമാൻ്റെ ഉള്ളിൽ ശ്രീരാമനാണ് നിറച്ചത്. അതുകൊണ്ട് ഹനുമാൻ ആരെയും ഭയക്കണ്ട, ഭഗവാനെ ഭയന്നാൽ മതി, നന്നായി പറയാം. അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു. പക്ഷേ രാവണന് ദഹിച്ചില്ല. അതുകൊണ്ട് പാപിയായ ഒരു ദുഷ്ടാത്മാ ഷഠൻ, ഇവൻ ഷഠനാണ്, ഇവൻ ദുഷ്ടനാണ് എന്നൊക്കെയാണ് ഹനുമാനെ
രാവണൻ പറയുന്നത്. കഥയമമ രാമനൻ ആര് രാമൻ ആരാ എന്ന് അവൻ ചോദിക്കുന്നു. നിന്റെ ഈ രാമൻ ആരാ? കാനനവാസ സുഗ്രീവനാരടോ? ആ സുഗ്രീവനായ കാനനവാസ സുഗ്രീവൻ ആരാ? രാമൻ ആരാ? അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാ നിന്നെയും കൊല്ലുവൻ, നിന്നെയും അവരെയൊക്കെ ഞാൻ കൊന്നിരിക്കും. രാവണൻ പറയുന്നു. ദശവദന വചനമിതി കേട്ട് കോപം പൂണ്ട് ദന്തം കടിച്ചു കപീന്ദ്രൻ ചൊല്ലിനാൻ. അവൻ്റെ ഈ ഇവരെല്ലാം ഞാൻ കൊല്ലും. അവനൊക്കെ ആരാ? സുഗ്രീവൻ ആരാണ്? കാട്ടിലെ വനവാസി. രാമൻ ആരാണ്? നിന്നെയും, അതായത് ദുഷ്ടനായ നിന്നെയും അവരെയൊക്കെ ഞാൻ കൊന്നിരിക്കും. അപ്പോൾ ഹനുമാന് പല്ലും കടിച്ചുകൊണ്ട് ദേഷിച്ച് പറയുന്നു. ദന്തം കടിച്ചു കപീന്ദ്രനും ചൊല്ലിനാൻ. നിനെ ഉദവ മനസ്സിൽ പെരുത് എത്രയും നന്നു നീ നിന്നോടെതിരെ ഒരു 100,000 രജനിചല കുലപതികളായി ഞെളിഞ്ഞുള്ള ഒരു രാവണന്മാർ ഒരുമിച്ച എതിർത്തിടലും നിയതം ഇത് മമ ചെറുവിരൽക്ക് പോരാ. പിന്നെ എൻ്റെ ഈ ചെറുവിരലിന് പോലും ഒന്നും ആവത്തില്ല. നിന്റെ 100,000 രജനികുല രാക്ഷസന്മാർ വന്നാലും അവർ ഞെളിഞ്ഞുള്ള ഒരു രാവണന്മാരെ ഒരുമിച്ച് എതിർത്താലും നിയതം ഇത് മമ, എൻ്റെ ഈ ഒരു ചെറു വിരലുക്ക് പോലും മതിയാവുകയില്ല. അതാണ് അവിടെ പറയുന്നത്. തുല്യമാകയില്ല. 100,000 നിന്നെ പോലുള്ളവർ വന്നാലും എൻ്റെ ചെറു വിരലിന് മതിയാവുകയില്ല. അത്രമാത്രം ഹനുമാൻ ഭക്തിയും ശക്തിയും ഉള്ളവനാണ്. അതുകൊണ്ട് ഒരുമിച്ച് എതിർത്തിടലും നിയതം ഇത് മമ ചെറുവിരൽക്ക് പോരാ. പിന്നെ നീ എന്ത് ചെയ്യുന്നത്? എന്നോട് കശ്മല്ല, പിന്നെ നീ എന്താണ് എന്നോട് ചെയ്യുന്നത് എന്ന് ഹനുമാൻ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ചോദിക്കുകയാണ്. പവനസുത വചനം ഇത് കേട്ടു ദശാസനും പാർശ്വസ്ഥിതന്മാരോടാശ ചൊല്ലിടിനാൻ. അടുക്ക നിൽക്കുന്നവരോട് ഇത് കേട്ടപ്പോൾ ദശാനൻ പറയുന്നു. ഇവിടെ നിശിചരൻ ഒരുവരായുധപാണിയായില്ലയോ? കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ. നിങ്ങളുടെ കയ്യിലൊന്നും ഇവിടെ ആയുധം കയ്യിലില്ലയോ? ഇവനെ കൊല്ലൂ എന്ന് പറഞ്ഞു. അടുത്ത് നിൽക്കുന്നോട്ട് പറഞ്ഞു. അതുപൊഴുതിൽ ഒരുവൻ അവനോട് അടുത്തിടിനാൻ. അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ. അത് കേട്ടപ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു. അവൻ ഹനുമാനോട് എതിർക്കാൻ ചെന്നു. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു. അരുതരുത് ദുരിതമിത് ദൂതനെ കൊല്ലുകെന്നാർക്ക് അടുത്തു നൃപന്മാർക്ക് ചൊല്ലിയിടുവിൻ. ഇത് നൃപന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, രാജാക്കന്മാർ അങ്ങനെ അരുതരുത്, ദുരിതമാണ്. ദൂതനെ, ഒരു ശ്രീരാമൻ വിട്ട ദൂതനാണ്, അതുകൊണ്ട് ദൂതന്മാരെ കൊല്ലുക ചെയ്തുകൂടാ. ഇവയെ വയം ഇവിടെ വിരവോട് കൊന്നിടിനാൽ എങ്ങനെയാ അറിയുന്നത് രാഘവൻ? ഇവിടെ ഇവനെ കൊന്നാൽ ഈ ദൂതനല്ലേ, ഇവിടുത്തെ വിവരം ചെന്ന് ശ്രീരാമനെ അറിയിക്കണ്ടേ? അപ്പോൾ അത് പിന്നെ ആര് പോയി പറയും കൊന്നാൽ? അതുകൊണ്ട് കൊല്ലാൻ പാടില്ല. ഒരു രാജ്യത്തുനിന്ന് ഒരു ദൂതനെ വിട്ടാൽ ആ ദൂതൻ തിരിച്ചവിടെ ചെല്ലണം. അതിന് പുനരിവനൊരു അടയാളം ഉണ്ടാക്കിന അങ്ങ് അയക്കേണം, അതല്ലോ നൃപോചിതം. അതുകൊണ്ട് പറഞ്ഞു രാജോ ഉചിതം എന്താ? അതിന് ഇവന് അത് ഹനുമാൻ ഒരു അടയാളം ഉണ്ടാക്കി നാം അങ്ങ് അയക്കണം, നമുക്ക് അങ്ങനെ ചെയ്യാം. അതാണല്ലോ നൃപോചിതം, നൃപന്മാരുടെ ഉചിതം അതാണല്ലോ. ഇത് സദസ്യ ദശവദന സഹജ വചനേന താനെങ്കിൽ അതങ്ങനെ ചെയ്യുന്നു ചൊല്ലിന എന്നത് അങ്ങനെയാകട്ടെ. അങ്ങനെ ലങ്കാദഹനം. വദനമഭികര ചരണമല്ല ശൗര്യാസ്പദം, ബാലന്മാർക്ക് വാൽമേൽ ശൗര്യമാകുന്നു. അതുകൊണ്ട് എവിടെയാണ് അടയാളം കൊടുക്കേണ്ടത് അതിനെ ആലോചിച്ചപ്പം വാനരന്മാർക്ക് കുരങ്ങന്മാർക്ക് വാലിലാണ് ശൗര്യം, അല്ലാതെ വദനം മുഖത്തോ കയ്യിലോ കാലിലോ ഒന്നുമല്ല. വദനം കരത്തിൽ ചരണം, കരചരണം അല്ല ശൗര്യം. അതെവിടെയാണ്? വാനരന്മാർക്ക് വാലിലാണ് ശൗര്യം. അതുകൊണ്ട് അതിനു ചടതി വസനേന വാല് വേഷ്ടിച്ച് വന്യകുളത്തി പുരത്തിൽ എല്ലായിടവും രജനീശ്വര പരിവൃഢരോടത്ത് വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനെന്നിങ്ങനെ, കള്ളനാണെന്ന് പറഞ്ഞ് ഇവനെ വാദ്യം കൊട്ടി ഇങ്ങനെ വാലിൽ കെട്ടി തീയും കൊളുത്തി വിടാം. നിഖില ദിശി പലരും മിക കേൾക്കും ഉച്ചത്തിൽ. നിഖില ദിശ എല്ലാവരും ഉള്ളവരെല്ലാവരും കേൾക്കത്തവണ ഉച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞ് നടത്തുവിൻ. വാലിൽ തീയും കൊളുത്തി പെരുമ്പറ അങ്ങോട്ട് കൊട്ടിക്കൊണ്ട് എല്ലാവരും ഉച്ചത്തിൽ കേൾക്കത്തക്കോണം ഇവനെ അങ്ങനെ കൊണ്ട് നടത്താം. നീളെ വിളിച്ചു പറഞ്ഞ് നടത്തുവിൻ. കുലഹതകനാണ് കുലം നശിപ്പിക്കുന്നവൻ. അതായത് ഇപ്പം കുരങ്ങനായിട്ട് വന്ന് ഇതത്ര നശിപ്പിച്ചപ്പം അവരാരും ഇനി ഇവന് അതിൽ കേട്ടിട്ടില്ല, അവൻ കള്ളനാണെന്ന് പറഞ്ഞാൽ. കുലഹതകൻ ഇവൻ അറിയ നിസ്തേജനെന്നും തൻ കൂട്ടത്തിൽ നിന്ന് നീക്കിയിടും കവികുലങ്ങളെല്ലാം ഇവനെ അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നീക്കിക്കളയും. തില രസഹൃതാദി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതരെ ചുറ്റും ദശാന്തരേ. ഈ എണ്ണയും നെയ്യും എല്ലാം കൊണ്ടുവന്നിട്ട് വസ്ത്രങ്ങളെല്ലാം അത് മുക്കിയിട്ട് ഇവൻ്റെ വാലിൽ ഇങ്ങനെ ചുറ്റി തീ കത്തിക്കണ്ടേ. അതുലബലൻ അചലതരം അവിടെ മരുവിടിനാൻ
മരുവിഴിനാൻ അത്യായത സ്ഥൂലമായതു വാൽ തഥാ സ്ഥൂലമായി വളർന്ന് വലുതാക്കി ഹനുമാൻ. വസനഗണ അഖിലവും ഒടുങ്ങി ചമഞ്ഞിതു. വസ്ത്രങ്ങൾ ചുറ്റാൻ കൊണ്ട വസ്ത്രങ്ങളെല്ലാം തീർന്ന് അത്രമാത്രം വാൽ നീളം കൂട്ടി കനുമനൊത്താക്കും. വാലും അതീവ ശേഷിച്ചതു പിന്നെയും. അപ്പം എത്രമാത്രം തുണി കെട്ടിയിട്ടും പിന്നെ തുണിയില്ല പിന്നെ കെട്ടാൻ. അത്രമാത്രം വാല് വലുതാകുമ്പോൾ കനുവും വരുമല്ലോ. അതുപോലെ നിഖില നിലയന നിഹിത പട്ടാമ്പരങ്ങളും നീളെ തിരഞ്ഞുകൊണ്ട് അന്ന് ചുറ്റിയിടിനാർ. എല്ലായിടത്തുനിന്നും പോയി എല്ലാം പട്ടാമ്പരങ്ങളെല്ലാം കൊണ്ടുവന്ന് ചുറ്റിയിട്ടും അതും ഉടൻ ഒടുങ്ങി വാൽ ശേഷിച്ചു കണ്ടളവ് അങ്ങുമെങ്ങും ചെന്ന് കൊണ്ടുവന്നിടിനാർ. എന്നിട്ടും വാൽ അവശേഷിക്കുന്നു. വീണ്ടും പലയിടത്തും പോയി കൊണ്ടുവന്നു. തിലജ ഘൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യ പട്ടാംശുക ജാലവും ചുറ്റിനാർ. നികൃതി പെരുതി ഇവന് വസനങ്ങളിൽ ഒന്നിനി സ്നേഹവും എല്ലാം ഒടുങ്ങി ദശേഷവും. വസ്ത്രങ്ങളും ഇല്ല, സ്നേഹവശ എണ്ണയും എല്ലാം തീർന്ന്. ഇവൻ്റെ വാലിൽ ചുറ്റിയപ്പോഴത്തേക്ക് ഹനുമാൻ്റെ വാല് നീണ്ട് പോകുന്നതനുസരിച്ച് ഇവർ ചുറ്റിയിട്ട് എന്ത് വരുന്നു, നീളം കൂടി വരുമ്പോഴത്തേക്ക് സ്നേഹവശ എണ്ണയെന്ന അർത്ഥം. സ്നേഹം മാത്രമല്ല, എണ്ണ പോലെ നല്ലതാണ്. അപ്പോൾ അതുപോലെയാണ് എണ്ണയും തീർന്നു പോയി ഈ തുണി ചുറ്റാൻ, തുണിയിൽ മുക്കാൻ. തുണിയും തീർന്ന് എണ്ണയും തീർന്നു, അശേഷവും തീർന്ന്. അലമലം ഇത് അമലൻ ഇവൻ എത്രയും ദിവ്യൻ ഇത് ആർക്കു തോന്നി വിനാശത്തിനെന്നാർ ചിലർ പറയുന്നു. അലമല ഇതൊക്കെ വൃത്തിയായിട്ട് ഇതൊന്നും ചെയ്യണ്ട, ഇത് അവൻ അമലനാണ്, അവൻ ദിവ്യനാണ്, ഇത് ആർക്കാ ഇങ്ങനെ തോന്നിയത്, ഇങ്ങനെ ഈ വിനാശത്തിനെന്ന്, ഇതൊക്കെ വിനാശത്തിനാണ്, ഇത് ആർക്കാ ഇത് ദിവ്യനായവനാണ് ഈ ഹനുമാൻ. കാരണം ബുദ്ധിയുള്ളവർക്കും വിദ്വാൻമാർക്കും അറിയാം ഇത്രയും നീണ്ടു പോകണമെങ്കിൽ അത്ഭുതമില്ലാത്ത ഒരാൾക്കും അത് നടക്കത്തില്ല എന്ന്. അതുകൊണ്ട് അത് ചിലരൊക്കെ ഇങ്ങനെ പറയും, ഇവൻ ദിവ്യനാണ്, ഇത് അലമലം, ഇത് നശിക്കാൻ പോണതാണ്, ഇത് ഇവനിങ്ങനെ ചെയ്തോടെ ഇവൻ ദിവ്യനാണ്. അനലം ഇഹ വസനമിതി അനല ഇനി വാലിന് ആശു കൊളുത്തുവിൻ വൈകരുതേതുമേ. അതാ അനലൻ എന്ന തീയാണ്, അനിലൻ വായുവാണ്. അത് തെറ്റിപ്പോലും. അനലൻ അഗ്നി, അനിലൻ വായു. അപ്പം അനിലെന്നും പറയുമ്പം വായുപുത്രനെയും അഗ്നിയാണ് പറയുന്നത്. ചില മക്കൾക്ക് ചിലപ്പം തെറ്റിപ്പോയി, അമ്മ എന്താ എല്ലാം ഒന്നുപോലെ പറയുന്നതെന്ന് അത് ചിലർക്ക് മനസ്സിലാവുന്നത്. അനലൻ അഗ്നി, അനല ഇഹ വസനമിതി. അതായത് അഗ്നിയെ വസനത്തിൽ മുണ്ടിൽ തുണിയിൽ വെക്കം തന്നെ. അനല ഇനി വാലിന് ആശ കൊളുത്തുവിൻ പെട്ടെന്ന് തന്നെ കൊളുത്തു, തീ കത്തിക്കൂ. പുനരവരത് പൊഴുതു തീ കൊളുത്തിയിടിന. അത് കേട്ടപ്പോൾ തന്നെ അവർ തീ കൊളുത്തി. പുച്ഛാഗ്ര ദേശയെ പുരന്തരാരാദികൾ പുച്ഛത്തിൽ അഗ്രത്തിൽ കൊണ്ട് വാലിൻ്റെ അറ്റത്തുകൊണ്ട് കത്തിച്ചു. ബലസഹിത അബലം ഇവ രജ്ജു ഖണ്ഡം കൊണ്ട് ബധ്വാ ദൃഢതരം ധൃത്വാ കപിവരം. അതായത് ഒരു രജ്ജു ഇതാണ് കയറിൻ്റെ ഖണ്ഡം കൊണ്ട് ബധ്വാ ദൃഢതരം, അതായത് മുറുകെ, പിന്നെ ധൃത്വ ഹനുമാനെ എടുത്തിട്ട് ബലസഹിതം അബലം ഇവ രജ്ജു ഖണ്ഡം കൊണ്ട് ബധ്വാ ദൃഢതരം ധൃത്വ കപിവരം. കിതവം അതികളും ഇതൊരു കള്ളൻ എന്നിങ്ങനെ കിതവം അതി വെച്ചാൽ കപട ബുദ്ധിക്കാർ പറയുന്നു ഇവൻ കള്ളനാണ്. കൃത്വാരവമരം ഗത്വാ പുരവരം. അത്രമാത്രം ആഘോഷമാക്കി ആരവം ഉണ്ടാക്കി, അത്ര ശബ്ദമൊക്കെ ഘോഷിച്ച് പെരുമ്പറയെ കൊട്ടി ഇങ്ങനെ പറകളയും ഉടനുടൻ അറിഞ്ഞങ്ങനെ. ഈ പറകയെന്ന് വെച്ചാൽ ഒരു മതളം പോലെ ആണ്ടിരിക്കുന്ന സാധനം, അതിലിട്ട് ബട്ട അടിക്കുന്നതാണ്. പറകളയും ഉടനുടൻ അറിഞ്ഞ് സൗണ്ട് ഉണ്ടാക്കി ഉച്ചത്തിൽ ഘോഷയാത്ര പോലെയാണ്. ഇവനെയും കൊണ്ട് ഹനുമാനെ കൊണ്ട് തീ കൊളുത്തി അവർ അടിച്ച് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ പോകും. അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഇങ്ങനെ ബമ്പം വന്ന് കൊട്ടുന്ന ഒരു സാധനം കൊണ്ട്, ചുറ്റിക പോലുള്ള സാധനം കൊണ്ട്. അങ്ങനെ പശ്ചിമ ദ്വാരദേശയം ചെന്ന അനന്തരം അങ്ങനെ പടിഞ്ഞാറ് ദിക്കിലേക്ക് ഇങ്ങനെ ഇതിനെയും കൊണ്ട് പോയി. ഹനുമാനും വാലും കത്തിച്ച് പറക കൊട്ടിക്കൊണ്ട് പോയി. പവനജനും അതികൃശ ശരീരനായി ഇടിന. അപ്പോഴത്തെ പവനൻ എന്തോ ഇത് കാറ്റ്. പവനൻ എന്ന് വെച്ചാൽ മാരുതിപുത്രൻ, പവനജൻ മാരുതിപുത്രൻ, അത് ഹനുമാൻ കൃശ ശരീരനായി, ശരീരം അങ്ങ് ഒട്ടി കുഞ്ഞാക്കി. അപ്പോൾ വാലൊക്കെ ചെറുതാവും, വാലിൻ്റെ കനം കുറയും, അപ്പോൾ ഇതൊക്കെ ഊരിപ്പോകും. അതുകൊണ്ട് പവനജനും അതികൃശ ശരീരനായിടാൻ പാശവും അപ്പോൾ ശിഥിലമായി വന്നത്. അപ്പം ഈ കയറ് കെട്ടതെല്ലാം ശിഥിലമായി അയഞ്ഞു പോകും. ബലമൊടവൻ അതിശബല അചല നിഭ ഗാത്രനായി ബന്ധവും വേർപെട്ട് മേൽപോട്ട് പൊങ്ങിനാൻ. അങ്ങനെ ഇദ്ദേഹം അതും ഒക്കെ ശിഥിലമാക്കിയിട്ട് ഈ ശരീരം കൊണ്ട് ബന്ധവും വേർപെട്ട് മേൽപോട്ട് പൊങ്ങി ഈ ഹനുമാൻ. ശരമകിര ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ. വാഹകന്മാരെയും കൊന്നവൻ. അവിടെ നിന്ന് വാഹകന്മാരെയൊക്കെ കൊന്ന് കാവൽക്കാരൊക്കെ ആയിരിക്കും. വാഹകന്മാർ എന്തുവാണോ, ചരമഗിരി ഗോപുര്, പശ്ചിമ ഗോപുരങ്ങളിലേക്ക്
വായു വേഗേന മുകളിലോട്ട് പോയിട്ട് ചാടിനാൻ വാഹകന്മാരെ കൊന്ന് ഉടുപതിയോട് ഉരസും ഉടവ് ഉയരം ഇയലുന്ന, അതായത് ചന്ദ്രബിംബന്മാരങ്ങ് പൊങ്ങി. ഹനുമാൻ അത്രമാത്രം മേലോട്ട് പോവാം. ഉടുപതിച്ച ചന്ദ്രബിംബം, ഉടുപതിയോട് ഉരസും അവിടെ നിന്ന് ഇങ്ങനെ മുട്ടുന്നത് പോലെ ഉരസും അടവ് ഉയരം ഇയലുന്ന ഇത് വല്ലാത്ത ഉടുപതിയോട് ഉരസും അടവ് ഉയരും ഇയലുന്ന രത്നവും ഉത്തുംഗ സൗധാഗ്രമേറി മേവിടിനാൻ. അത്രയും മുകളിലേക്കുള്ള അവിടെ ഇതുണ്ട്, സൗധം ഉണ്ട്, മാളികകൾ. അവിടെ ചെന്നിട്ട് ഉദവസിത നികരമുടൻ ഉപരി വേഗമോട് ഉൾപ്ലുത്യ, പിന്നെയും ഉൾപ്ലുത്യ സത്വരം ചാടി ഉൾപ്ലുത്യ വെച്ചാൽ ചാടി പിന്നെയും എടുത്ത് ചാടി, ഇങ്ങനെ ഓരോ വീടുകളുടെ കൂട്ടങ്ങളുണ്ട് അവിടെ. ഈ സൗധ ഉത്തുങ്കോ അത്ര മുകളിലേക്ക് ഒത്തിരി നിലകളുണ്ടല്ലോ, അവിടെയൊക്കെ സൗധത്തിൻ്റെ അഗ്രത്ത് കയറിയിട്ട് ഇങ്ങനെ മേലെ ചാടി ഓരോ വീടുകളിൽ ഇങ്ങനെ ചാടി അതാണ് അത്. ഈ കുരങ്ങന്മാരുടെ ലക്ഷണമാണല്ലോ. കനകമണിമയ നിലയം അഖിലം അനിലാത്മജൻ കത്തിച്ചു വർദ്ധിച്ചത് അഗ്നി. എല്ലാ വീടുകളും സൗധങ്ങളെല്ലാം കത്തിച്ചു, മണിമാളികളും എല്ലാം കത്തിച്ചു. അത് ചാടി അപ്പോൾ ചാടുമ്പോൾ ഓരോ വീടുകളും തീ പിടിക്കും. പ്രകൃതി ചപലതയോട് അവൻ അചലം ഓരോ മണി. ഇത് പ്രകൃതി ചപലതയും കൂടാണ്, ഈ കുരങ്ങന്മാരുടെ ഒരു ചപലതയും കൂടാണ്. ഇങ്ങനെ അവരുടെ ഇങ്ങനെ ചാടി അങ്ങനെ സ്വഭാവമുണ്ട്, അതും കൂടെ ഉണ്ട് അവർക്ക്. അതുകൊണ്ട് അവരുടെ സ്വാഭാവികമായ ഒരു ചാപല്യം കൂടാണത്. പ്രകൃതി ചപലതയോട് അവൻ അചലം ഓരോ മണി പ്രാസാദ ജാലങ്ങൾ ചുട്ടു തുടങ്ങി. ഞാൻ മണിമാളികളെല്ലാം ചുട്ടു തുടങ്ങി. ഗജ തുരക രഥ ബല പദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്മ്യങ്ങളും അനലശിഖകളും സുതഹൃദയവും. അതായത് ഈ ഗജതുരകം കുതിരയുടെയും ഗജത്തിൻ്റെയും പിന്നെ രഥങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ, ബലപദാദികളൊക്കെ എല്ലാം പോക്കി. ഗമ്യങ്ങളായുള്ള രമ്യഹർമ്മ്യങ്ങളും അനലശിഖകളും സുതഹൃദയം, അതായത് അനില ഹൃദയം എന്ന് വെച്ചാൽ എന്താണ്? ഹനുമാന്റെ ഹൃദയം. അനലശിഖ എന്താണ്? അനലം തീയാണ്. അനല തീയുടെ ജ്വാലകൾ ഇങ്ങനെ ശിഖകളിങ്ങനെ ഉയർന്ന് പോവുകയാണ്. അനലശിഖകളും അതിനോടൊപ്പം തന്നെ അനിലസുത ഹൃദയം, മാരുതിയുടെ അതായത് വായുപുത്രൻ, അതായത് ഹനുമാന്റെ ഹൃദയവും കൂടെ തെളിഞ്ഞ ആഹന്ത വിഷ്ണുപദം ഗമിച്ചുതതാ. ആ അഗ്നിയിലേക്ക് ലയിച്ച് ഹനുമാന്റെ ഹൃദയം കൂടെ ചേർന്ന് എവിടേക്ക് പോയി? ആകാശത്തേക്ക്, പരമാത്മാവിൻ്റെ അടുക്കിലേക്ക്, ശ്രീരാമപദത്തിലേക്ക് ചേരുന്നു, അല്ലെങ്കിൽ ആകാശത്തിലേക്ക് ചേരുന്നു. അങ്ങനെ ശ്രീരാമപാദം, അത് ഏതും ആവാം, ആകാശമെന്നോ ശ്രീരാമപാദമെന്നോ. വിബുധപതിയോട് നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ. അങ്ങനെ ഈ നിശിചരാലയമൊക്കെ വെന്ത് ഈ വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ. അഹം ഇക ആധി പിടിപെട്ട് ഇക ആധിയ പാവക ജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു മുത. അതായത് ഞാൻ മുമ്പേ എന്ന് പറഞ്ഞ് പാവക ജ്വാലകളെല്ലാം അഹം ഞാൻ. കാരണം തീ ഒരിടത്ത് ഭൂം നാമ അടുത്ത് ഇങ്ങനെ പോകും, 2-3 സ്ഥലത്ത് ഇങ്ങനെ പൊങ്ങി പോകും, കത്തുന്ന അനുസരിച്ച് പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ മുമ്പേ എന്ന് പറഞ്ഞ് അഹമിക ആധിയ പാവക ജ്വാലകൾ, തീ ജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു മുത, ആകാശത്തോളം ഉയർന്നു ചെന്നു മുത. ഭുവനതല ഗതവിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും ഐശ്വര്യപൂർണമായിരിക്കുന്ന ലങ്ക പുനരനിലസുത നിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായ വന്നത് അത്ഭുതം. അതായത് ഐശ്വര്യപൂർണമായ ഈ ലങ്ക ഭസ്മമായി പോയി, ചാരം നിറഞ്ഞ ചാമ്പലായി മാറി. ദശവദന സഹജ ഗൃഹം എന്നിയേ മറ്റുള്ള ദേവാരി ഗേഹങ്ങൾ ബന്ധുകൂടി ജവം. രഘുകുലപതി പ്രിയ ഭൃത്യന മാരുതി, അതായത് ശ്രീരാമന്റെ ദാസനായിരിക്കുന്ന ഭൃത്യനായ, അതാണ് ഭൃത്യനായിരിക്കുന്ന ആരാ? വിഭീഷണൻ. ഭയങ്കര ഭക്തനാ, ശ്രീരാമ ഭക്തനാ, ഭഗവാന്റെ ദാസനാ. അത്രമാത്രമാണ് ഈ രാവണന്റെ അനുജനായ വിഭീഷണൻ. അദ്ദേഹത്തിൻ്റെ പിന്നെ കുലം രഘുകുലപതി പ്രിയ ഭൃത്യന മാരുതി രക്ഷിച്ചു കൊണ്ടാൻ. അപ്പോൾ പ്രിയഭൃത്യനായ വിഭീഷണന്റെ വീട് വെന്തില്ല, മാരുതി രക്ഷിച്ചു കൊണ്ടാണ് വിഭീഷണന്റെ മന്ദിരം മാത്രം ഒന്നും ചെയ്തില്ല, ബാക്കിയെല്ലാം തീയിട്ടു. കനകമണിമയ നിലയ നികരമത് വെന്തോരോ കാമിനി വർഗം വിലാപം തുടങ്ങിനാർ. സ്ത്രീകളെല്ലാം നിലവിളി തുടങ്ങി. ചിഗുരഭര വസന ചരണാദികൾ വെന്താശജീവനും വേർപെട്ട് ഭൂമവും പതിക്കയും, എല്ലാം വേർപെട്ടിങ്ങനെ താഴേക്ക് പതിക്കുന്നു. ഉരുകി ഉടൻ ഉഴറി അലറിപ്പാഞ്ഞു ഉന്നതമായ സൗധങ്ങളിൽ ഏറിയും. മുകളിലേക്കുള്ള സൗധങ്ങളിലേക്ക് കയറിപ്പോകും, അവിടെ പോയ രക്ഷ കിട്ടും. പക്ഷെ എന്ത് ചെയ്യാനാ? അവിടെയും ചിലപ്പം തീയാ.
ദഹനുടൻ അവിടെയും അടുത്തു. അങ്ങനെ ചെന്നപ്പോൾ അവിടെയും തീയുണ്ട്. ദഹനുടൻ അവിടെയും അടുത്ത് ദഹിപ്പിച്ചു താഴത്ത് വീണു പിടഞ്ഞു മരിക്കയും. എവിടെ ചെന്നാലും തീയായതുകൊണ്ട് അവസാനം അവിടെ നിന്ന് തന്നെ താഴേക്ക് വീഴും മരിച്ച്. മമ തനയ രമണ ജനക പ്രാണനാഥ ഹാ മാമകം കർമ്മമയോ വിധി. ദൈവമേ, ഇത് ഇതെല്ലാം കർമ്മഫലമാണല്ലോ, ചെയ്തതിൻ്റെ പാപമാണല്ലോ. മരണം ഉടനുടലുരുകി മുറുകി വരികെന്നത്. നാക്കൊക്കെ ഇനി മരണം ഉടല് ഉരുകി മുറുകി വരികെന്നത് മാറ്റുവാൻ ആരുമില്ലയോ ശിവശിവ. ഇത് ആരെക്കൊണ്ടും പറ്റുകയില്ല. ദുരിതം ഇതു രജനീശ്വരവര വിരചിതം ദൃഢം. ഇത് ഈ രാവണൻ രജനീശ്വരൻ്റെ വിരചിതം ദൃഢം. മറ്റാരു കാരണമില്ലതിനേത്. വേറെ ആരുടെ കാരണം കൊണ്ടുമല്ല സംഭവിച്ചത്, രാവണൻ്റെ തന്നെയാണ്. പരധനവും അമിതപരധാരങ്ങളും ബലാൽ പാപി ദശാസൻ പരിഗ്രഹിച്ചാൻ തൂലും. ഈ വല്ലവരുടെയും ധനങ്ങളും അമിതപരധാരങ്ങളും പുത്രനെയും ഭാര്യയൊക്കെ വല്ലവരുടെയൊക്കെ ബലാൽ പിടിച്ചു പറിച്ച് പാപി ദശാസൻ പരിഗ്രഹിച്ചാൻ തൂലും. അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. അറുകിൽ അനുചിതം അത് മതേന ചെയ്തിടായി. അവൻ അഹങ്കാരം കൊണ്ടാണ് ഇത്, മതം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിടായി വീനാരും അതിൻ്റെ ഫലം ഇതെന്ന് പറഞ്ഞാൽ ആര് ചെയ്താലും അവർക്ക് ഫലം ഇതാണെന്ന് ഈ സ്ത്രീകളെല്ലാം പറയുന്നു. ഇത് വരുമ്പോഴല്ല പഠിക്കേണ്ടത്, അതിന് മുമ്പേ ഒഴിഞ്ഞു പോകണം. ഇങ്ങനെയുള്ള ദുഷ്ടന്മാർ നമ്മുടെയൊക്കെ വീടുകളിൽ പലയിടത്തും എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയാൽ രക്ഷപിടിക്കാം. അല്ലെങ്കിൽ കൂടെ കിടന്നാൽ എല്ലാം ഒന്നുപോലെ ഇതുപോലെ കരിയും. ചെയ്യുന്ന ഇത് ആര് മുഖാന്തരം വന്നാലും കൂടെ ഉള്ളവർക്കൂടെ ഇത് അനുഭവമാകും. ഇതൊരു അനുഭവമാണ്. ഇപ്പം രാവണൻ മരിച്ചതെല്ലാവരും സ്ത്രീകളും പാവപ്പെട്ടവരെല്ലാം പോയില്ലേ. അതുകൊണ്ട് അറിയിൽ അനുചിതമാതും മതേന ചെയ്തിടായി ആരും ആരായാലും അതിൻ്റെ ഫലം ഇത് നിർണയം. മനുജധരണിയെ ഒരു മഹാപാപി കാമിച്ചു മറ്റുള്ളവർക്കും ആപത്തായതിങ്ങനെ. ഒരു മനുഷ്യ സ്ത്രീയെ ഈ മഹാപാപി ഇങ്ങനെ കാമിച്ചോടെ കൊണ്ട് വെച്ചു. അതുകൊണ്ട് ഇതിൻ്റെ ആപത്ത് എല്ലാവർക്കും കൂടെ വന്നു. സുഹൃത ദുരിതങ്ങളും അകാര്യവും സൂക്ഷിച്ച് ചെയ്തു കൊള്ളണം. ബുധജനങ്ങൾ എന്ത് വേണം, ഇതെല്ലാം കാരണങ്ങളെല്ലാം മനസ്സിലാക്കി സൂക്ഷിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് കൊള്ളാം. മദനശര പരവശതയോട് ചപലനായി ഇവൻ മാഹാത്മ്യമുള്ള പതിവ്രതമാരെയും കരബലമോട് അനുദിനം അണഞ്ഞു പിടിച്ച് അതികാമി ചാരിത്രഭംഗം വരുത്തിടാൻ സീത പിന്നെ ദേവി ആയതുകൊണ്ട് അത് ഒരു അശോക മരച്ചുവട്ടിലിരിക്കുന്നു. വേറെ നല്ല നല്ല പതിവ്രതമാരായ വേറെ സുന്ദരികളായ സ്ത്രീകളെയൊക്കെ അവനിങ്ങനെ ദിനം ചെയ്യുന്നത് നിത്യേന. അവർ മനസ്സിമരുവിനെ തപോമയ പാവകൻ അത്യരജ്ഞയെ പിടിപെട്ടിതു കേവലം. അതുകൊണ്ടാണ് അവരുടെ മനസ്സിൻ്റെ വിഷമമാണ് ഇവന് കിട്ടുന്നത്. നിശിചരികൾ ബഹുവിധം ഓരോന്നേ പറകയും നിൽക്കും നിലയിലേ വെന്തു മരിക്കുകയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യും, വെന്തങ്ങ് മരിക്കുകയും ചെയ്യും. വാക്ക് പറഞ്ഞുകൊണ്ടേ നിൽക്കും, ദുഷ്ട നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പറയുകയും ചെയ്യും, അവിടെ വീണ്ടും മരിക്കുകയും ചെയ്യും. അവൻ്റെ കൂടെ താമസിക്കുമ്പോൾ അങ്ങനെയാ ആ പാപം കൂടെ നിൽക്കുന്നവർക്ക് കിട്ടും. ശരണമിഹകിമതി പല വഴിയും ഉടനോടി എല്ലാവരും പല വഴിക്ക് ഓടിപ്പോയിട്ടും ശാഖികൾ വെന്തു മുറിഞ്ഞുടൻ വീഴുകയും രഘുകുല വരേഷ്ട ദൂതൻ ത്രിയാമാചര രാജ്യം 700 യോജനയും ക്ഷണാൽ 700 യോജന ഉണ്ട്. ഇത്രയും സ്ഥലങ്ങളും വെന്തു. സരസ ബഹു വിഭവ ആയുധ ഭോജനം നൽകിനാൻ. സന്തുഷ്ടനായതു പാവകദേവനും, അതായത് അഗ്നിദേവൻ ഇതെല്ലാം കിട്ടിയല്ലോ. അതായത് ഈ രാജധാനിയിൽ ഇവരുടെ രാജകുലമല്ലേ, അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കാണും തീയിൽ പിടിച്ചാണ്. ആഹാര സാധനങ്ങൾ എല്ലാം അരിയോ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ വെന്ത് കരിന്നതിൻ്റെ മണങ്ങളെല്ലാം ആർക്ക് കിട്ടി? ഈ പാവകദേവന്. വായുവിൽ കൂടി തീ അഗ്നി ഇങ്ങനെ പോകുമ്പോൾ അത് അഗ്നിദേവന് ഭയങ്കര ഇഷ്ടമല്ലേ. അതുകൊണ്ട് സന്തോഷമായി പാവകദേവന്. ലഘുതരം അനിലതനയൻ അമൃതനിധി തന്നിലേ ലാങ്കൂലവും തച്ചു തീ പൊലിച്ചിടിനാൻ. അങ്ങനെ പിന്നെ ഇത് ഹനുമാൻ്റെ തീ അങ്ങനെ ഒരു അമൃതനിധി. ഇനി അമൃതനിധി വെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ ചെന്ന് തീയൊക്കെ തച്ച് അണച്ചു. അദ്ദേഹത്തിന് തീ ഒന്നും തട്ടിയില്ല, കാരണം ശീതളമായി ആണ് തീ അദ്ദേഹത്തിന് തോന്നിയത്. എങ്കിലും അണയ്ക്കണമല്ലോ. അണയ്ക്കുന്നതിന് അമൃതനിധി എന്ന് വെച്ചാൽ അവിടെ സമുദ്രമാണോ അതോ അമൃതാകുന്ന എന്തെങ്കിലും അതിൻ്റെ കൃപയോടുകൂടി അണഞ്ഞതായിരിക്കാം, ഭഗവാന്റെ കൃപ അങ്ങനെയും വരാം. അതാണ് അമൃതനിധി. ചിലപ്പോൾ ഈശ്വരൻ്റെ കാരുണ്യത്താൽ ഒരു കൃപ വന്നാലും ആ തീ അണയാമല്ലോ. അതുകൊണ്ട് പവനജന ദഹനനഭി ചുട്ടതില്ലേതുമേ. അതുകൊണ്ട് പവനജനെ അതായത് ഈ ഹനുമാനെ ദഹനം അഭി ചുട്ടതില്ല, തീ പൊള്ളിയില്ല, വാലിലെങ്ങും പിടിച്ചില്ല. പവനക ഇഷ്ടസഹന കാരണം പാവകൻ, അതായത് അഗ്നിക്ക് വായു ഇഷ്ടസഹനാണ്. തീ ഉള്ളിടത്ത് കാറ്റിങ്ങനെ വീശുന്ന നമുക്കറിയാലോ, അങ്ങനെ അതുകൊണ്ട് നിരതയാകിയ ജാനകീ ദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാൽ
അവന് തനയാ കൃപാവൈഭവം അത്ഭുതം അത്യന്ത ശീതളനായി ഇത് വന്നിയും. അവരും അത് കണ്ടിരിക്കല്ലോ ദേവി, അവരുടെ മനസ്സിൽ നിന്ന് പോയാലും മതി. അതാ കാരണം അത് നിരതയാകിയ ജാനകി ദേവിയാൽ പ്രാർത്ഥനാകിയാലും നന്നായി പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് ഈ കരുണ ചൊരിക്കുക ദേവിയുടെ. അവന് തനയ, അത് ഭൂമി തനയാ കൃപ, അത് ഭൂമിയുടെ തനയാണ്, മകളാണല്ലോ ഈ സീത. തനയ എന്ന് വെച്ചാൽ പെണ്ണിനെ തനയൻ എന്നല്ല, തനയ ദേവിയുടെ കൃപാ വൈഭവം അത്ഭുതം അത്യന്തം ശീതളനായത് വന്നി. ഈ വന്നി തണുപ്പായി മാറി. അതാണ് തണുപ്പാണ്. ഹനുമാന് ചൂട് വന്നില്ല. അത്ര ചൂടുണ്ടെങ്കിൽ കളണ്ട് പോകത്തില്ലയോ? ഇത്രയെല്ലാം വെന്ത് നശിപ്പിച്ചിട്ടും ഹനുമാന് തീയുടെ ഒന്നും വന്നില്ല. ശീതളമായി തണുപ്പായിട്ട് തോന്നി. എന്നിട്ട് രജനിചരകുല വിപിന പാവകനാകിയ രാമനാമസ്മൃതി കൊണ്ട് മഹാജനം തനയധനധാര മോഹാർത്തരെന്നാകിലും താപത്രയാനലനെ കടന്നിടുന്നു. ഈ ദുഃഖങ്ങളെല്ലാം താപം, നമുക്കുള്ള ദുഃഖങ്ങളെല്ലാം എങ്ങനെ മാറുന്നു? തനയധനധാര മോഹാർത്തരെന്നാകിലും നമ്മളെല്ലാം ധനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് എങ്കിലും താപത്രയാനലനെ കടന്നിടുന്നു. എങ്ങനെയുണ്ട്? രാമനാമസ്മൃതി കൊണ്ട്. രാമനാമസ്മൃതി, രാമ ഭഗവാനെ കൃഷ്ണ നാരായണ എന്ന് നമ്മൾ എപ്പോഴും ഓർത്തോർത്ത് ഉള്ളിലിങ്ങനെ വച്ചാൽ എന്ത് വരും? രാമനാമസ്മൃതി കൊണ്ട് മഹാജനങ്ങൾ, മഹാത്മാക്കൾ മക്കളും കുട്ടികളും ഇതൊക്കെ ഭാരങ്ങളൊക്കെ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊന്ന് ത്യജിക്കാൻ നമുക്ക് വയ്യെങ്കിൽ പോലും താപത്രയാനലനെ, ഈ അഗ്നിയാകുന്ന ആ ദുരിതത്തെ, അത് ചൂടല്ലേ, ഇത് ദുരിതമല്ലേ ഈ ലോകം, അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഈ ദുഃഖത്തിൽ നിന്നെല്ലാം മറികടക്കുന്നു ഒരു ഭക്തൻ. എന്താ? ഭഗവാനെ സ്തുതിച്ചാൽ നമുക്ക് ഈ ലോകസിദ്ധയിലേക്ക് വിട്ടുമാറാൻ വയ്യ. നമ്മുടെ കുട്ടിയെ വീട് നമ്മൾ ഇരുന്നാൽ പോലും ത്യജിച്ചില്ലെങ്കിലും, മനസ്സുകൊണ്ട് ത്യജിച്ചില്ലെങ്കിലും ഭഗവാനെ എപ്പോഴും സ്മരിച്ചാലും പ്രാർത്ഥിച്ചാലും നമുക്ക് ദുരിതങ്ങളെല്ലാം അറ്റുപോകുന്നു, വിഷമങ്ങളെല്ലാം മാറിപ്പോകുന്നു. അതുകൊണ്ട് തദഭിമതകാരിയായുള്ള ദൂതന് സന്താപം പ്രകൃതാനല്ലേന ഭവിക്കുമോ? അങ്ങനെ അപ്പം ഇങ്ങനെയെല്ലാം ഉള്ള തദഭിമതകാരിയായുള്ള ഈ ദൂതന്, ഈ ഹനുമാന് സന്താപം പ്രകൃതാനേന ഇങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കുമോ? ഭവതി അതി മനുജ ജനനാം ഭുവി സാമ്പ്രതം പങ്കജ ലോചനനെ ഭജിച്ചിടുവിൻ. അതുകൊണ്ട് നമ്മൾ മനുഷ്യജനനം നമ്മളെടുത്ത മനുജ ജനനമെല്ലാം ഈ ഭൂവി സാമ്പ്രതം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പങ്കജ ലോചനനെ, പരമാത്മാവായ ഭഗവാനെ ഭജിച്ചിടുവിൻ. അതൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. നമ്മളിതെല്ലാം പ്രാർത്ഥിക്കുന്നത് ഇത് വെറുതെ വായിക്കല്ല വേണ്ടേ, ഇതെല്ലാം നമ്മൾ അത് അനുകരിക്കണം, ഇതുപോലെ ആയിത്തീരണം. എൻ്റെ തൊണ്ടയല്ല അല്ലെങ്കിൽ എന്ത് വിഷമമല്ലേ ഇത്രയും തൊണ്ട പോണ്, എന്നിട്ട് ഇത് നമ്മൾ കേട്ടാൽ ഇത് എന്ത് ചെയ്യണം? വെറുതെ ആനന്ദിച്ചാൽ പോരാ, അങ്ങനെ ആവണം നമ്മൾ. അപ്പോൾ ഭൂത ദൈവാത്മ സംഭൂതതാപാപകം ഭുവനപതി ഭുജഗപതി ശയന ഭജനം ഭുവി. അത് ഞാൻ വായിച്ചില്ല. അവർ പങ്കജലോചനെ ഭജിച്ചിടുവൻ. ഭുവനപതി ഭുജഗപതി ശയന ഭജനം, അതായത് ഭുവനപതി, ഭുവനത്തിൻ്റെ എല്ലാം പതിയാണ് ഭഗവാൻ. പിന്നെ ഭുജഗപതി ശയനം, അതെന്താണ്? അനന്തശയനം. ഭുജകം സർപ്പം, സർപ്പത്തിൽ മെത്തയായിട്ട് കിടക്കുന്ന ശയനം, ശയിച്ചിടുന്ന അനന്തപത്മനാഭൻ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ ഭൂവി ഭൂത ദൈവാത്മ സംഭൂത താപാപഹം തതനു കപികുലവരനും അവനി തനയാപദം താണ് തൊഴുതു നമസ്കൃത്യ ചൊല്ലിനാൻ. ഇങ്ങനെ ഇതെല്ലാം ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അഹം ഇനിയും ഉഴറി നടകൊള്ളുവൻ അക്കരെ ആജ്ഞാപയാശു ഗച്ഛാമി രാമാന്തികം. അക്കരെ പോകണ്ടേ പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് രഘുവരനും അവരജനും അരുണജനുമായി ദ്രുത ആഗമിച്ചിടും അനന്ത സേനാ സമയം. എല്ലാ സേനകളുമായിട്ട് രഘുവരനും അവരജനിച്ച ലക്ഷ്മണനും അരുണജനാര സുഗ്രീവൻ, ഇവരുമായിട്ട് പെട്ടെന്ന് തന്നെ വരും എന്ന് പറഞ്ഞു. മനസ്സിതവ ചെറുതു പരിതാപമുണ്ടാകൊല മത്ഭരം കാര്യമിനി ജനകാത്മജയിന് വിഷമിക്കരുത്. തൊഴുത് അമിത വിനയമിതി ചൊന്നവൻ തന്നോട് ദുഃഖം ഉൾക്കൊണ്ട് പറഞ്ഞതു സീതയും. മമ രമണചരിതം ഉര ചെയ്ത നിന്നെ കണ്ടു മാനസ താപം അകന്നിതു മാമക. നിന്നെ കണ്ടുകൊണ്ട് എൻ്റെ വിഷമങ്ങളെ കുറെ മാറി. വിഷമം ഇത്രയെല്ലാം അറിഞ്ഞല്ലോ, രാമൻ്റെ കഥകളും ഒക്കെ അറിഞ്ഞല്ലോ. കഥ ഇനിയും അഹമിക വസാമി ശോകേന മൽകാന്ത വൃത്താന്ത ശ്രവണ സൗഖ്യം വിന ജനക നിർവ ദുഹൃദം ഗിരം. ഇങ്ങനെ കേട്ടവൻ ജാതാനുകമ്പം തൊഴുതു ചൊല്ലിടിനാൻ. ഇനി ശോകേന ഇതൊക്കെ കേട്ടെങ്കിലും വിഷമമല്ലേ ശ്രവണ. ഇനി കാന്ത വൃത്താന്തം, ഇനി ശ്രീരാമൻ്റെ വൃത്താന്തം കേൾക്കുന്നവരെ സൗഖ്യം വിന, സൗഖ്യം ഇല്ല, വിഷമമാണ്.
കളകാശു ശമിനി വിരഹമന അതിനുടൻ മമ സ്കന്ധ ആരോഹ ക്ഷണീന ഞാൻ കൊണ്ടുപോയി അതായത് എൻ്റെ തോളിൽ കയറുക. അങ്ങനെ വിഷമമാണ് എന്ന് പറഞ്ഞപ്പോൾ ഹനുമാനൊന്നും പറയാൻ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞു അദ്ദേഹം തോളിൽ കയറിയാൽ കൊണ്ടുപോകാൻ. തവ രമണ സവിധ ഉപഗമ്യ യോജിപ്പിച്ച്, അതായത് രമണൻ ഭഗവാൻ ശ്രീരാമനിൽ കൊണ്ട് ഏൽപ്പിച്ച് താപം അശേഷം അദ്ദേഹം തീർത്തിടുവൻ, വിഷമങ്ങളെല്ലാം മാറ്റാം, എൻ്റെ തോളിൽ കയറിയാൽ കൊണ്ടുപോകാം. അപ്പോൾ പറയുന്നു, പവനസുത പറയുന്നു, അല്ല അങ്ങനെ തീർത്തുടാൻ പവനസുത വചനമതി കേട്ടു വൈദ. ഈ പവനസുതനാരാ ഇങ്ങനെ പറഞ്ഞു ഹനുമാൻ, അതാ പവനസുതൻ. ഈ പവനസുതനെ പറഞ്ഞപ്പോൾ അത് കേട്ട് വൈദേഹി എന്ത് പറയുന്നു? പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലിടനെ സന്തോഷിച്ച് പറയുന്നു, അതിനു തവ കരുതും അളവില്ലൊരു ദണ്ണം എന്നാത്മാനി വന്നിതു വിശ്വാസമദ്യമേ. അത് ഒരു ദണ്ണം എനിക്കില്ല, അത് വിശ്വാസം തന്നെ. ശുഭചരിതൻ അതിബലമുട ആശ ദിവ്യാസ്ത്രേണ ശോഷേണ ബന്ധനാദി രവി സാഗരം. ഈ സാഗരമൊക്കെ പിന്നെ ദിവ്യാസ്ത്രത്താലോ പിന്നെ ശോഷണ വറ്റിച്ചോ ബന്ധനാദേയി രവി സാഗരം ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് കവികുല ബലേന കടന്നു. ഈ കവികുലങ്ങളെല്ലാം സൈന്യമായിട്ട് വന്ന് ജഗത്രയ കണ്ടകനെ കൊന്ന്, ഈ ലോകത്തിലുള്ള ഈ കണ്ടകനായിരുന്ന ഈ രാവണനെ കൊണ്ടുപോകാശുമാം. അതാണ് വേണ്ടുന്നത്. വൈദേഹി സീത പറഞ്ഞു, എനിക്ക് വിശ്വാസക്കേടല്ല ഹനുമാൻ്റെ കൂടെ വരുന്നതിന്, വിശ്വസിച്ചാൽ ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഇവിടെ എന്ത് വേണം? സാഗരം കിടക്കുന്നതിലേ പാട്. അതുകൊണ്ട് ദിവ്യാസ്ത്രം കൊണ്ടോ വറ്റിച്ചോ എങ്ങനെയായാലും പിന്നെ ഈ സാഗരം കടന്ന് കവികുലങ്ങളെല്ലാം കൂടെ വന്ന് ജഗത്രയ കണ്ടകനെ, ഈ ദുഷ്ടനെ കൊന്നിട്ട് എന്നെ കൊണ്ടുപോകൂ. കപിലകുല ബലേന കടന്ന് ജഗത്രയ കണ്ടകനെ കൊണ്ടുപോകാശു മാം മറിവോടെ ഒരു നിശി രഹസ്യ കൊണ്ടുപോയത്. അത് മറിച്ചിട്ട് അല്ലാതെയാണ് ഈ രാത്രിയിൽ രഹസ്യമായിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുപോയാൽ മൽ പ്രാണനാഥ കീർത്തിക്ക് പോരാ ദൃഢം. സീതയ്ക്കറിയാം അങ്ങനെ ഒരാൾ വന്ന് രാത്രി തന്നെ ഇങ്ങനെ കൊണ്ടുപോയാൽ എന്തായി മാറും. അത് പിന്നെ സത്യത്തിൽ ഹനുമാൻ ഒരു മകനെ പോലെയാണ് കൊണ്ടുപോകാൻ. പക്ഷേ അത് സീതയ്ക്കറിയാം. പക്ഷെ അങ്ങനെ കൊണ്ടുപോയാൽ ഈ രാവണനെ കട്ടുകൊണ്ടുവന്ന് കേഴിയായി. ഇവിടുന്ന് വീണ്ടും കട്ടുകൊണ്ടുവന്ന് പറയത്തില്ലേ? അതുകൊണ്ട് മൽ പ്രാണനാഥ കീർത്തിക്ക് പോരാ ദൃഢം. എൻ്റെ പ്രാണനാഥൻ അത് പോരാ, ശ്രീരാമൻ അത് വിഷമമാണ്. രഘുകുലജ വരവിൻ ഇവിടെ വന്ന് യുദ്ധം ചെയ്തു. അതായത് ശ്രീരാമൻ ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് രാവണനെ കൊന്നുകൊണ്ടുപോയിക്കൊള്ളുവാൻ അതിരഭസമയി തനയ മകനെ വേല ചെയ്തിട്ടു, നീ അതിനുവേണ്ടി നീ പ്രയത്നിക്കൂ. അത്ര നാളും ധരിച്ചിടണം ജീവനെ, അത്ര നാളും ഞാൻ ഇവിടെ ജീവിച്ചു കൊള്ളാം. ഇത് സദയം അവനോട് അരുൾ ചെയ്ത് അയച്ചിടിനാൾ ഇന്ദിരാദേവിയും. പിന്നെ വാതാത്മജൻ തൊഴുത് അഖില ജനനിയോട് യാത്ര വഴങ്ങിച്ചു. തൂർണം മഹാർണവം കണ്ടു ചാടിയിടിനാൻ. അങ്ങനെ ഹനുമാൻ ചാടിപ്പോയി, സമുദ്രം കടന്നു പോയി. ഹനുമാന്റെ പ്രത്യാഗനം അങ്ങോട്ട് തിരിച്ചു ചെല്ലുന്നതിൻ്റെ ത്രിഭുവന ഉലയെ മുഖുരൊന്നലറിയിടിനാൻ. തീവ്രനാദം കേട്ടു വാനര സംഘവും കരുതുവിന് ഇതൊരു നിധനം ആശു കേൾക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നതും. ഇതെന്തോ കാര്യം സാധിച്ചിട്ട് വരും. അത്രയും സൗണ്ട് ഉണ്ടാക്കുന്നത് ഹനുമാൻ അത്രമാത്രം ആർത്തൊരു നാദം, തീവ്രനാദം കേട്ട് ഈ കവികളെല്ലാം പറയും എന്തോ കാര്യം സാധിച്ചു വരുന്നതാണ്, അതുകൊണ്ട് ഇത്ര സന്തോഷം. പവനസുതൻ അതിനു നഹി സംശയം മാനസേ പാർത്തു കൊച്ച കേട്ടാൽ അറിയാമതും. കവി നിവഹമിതി ബഹുവിധം പറയും ഇതു കാണായി തദ്രിശിരസി വാതാത്മജം. അപ്പം അതായത് പർവ്വതത്തിന്റെ മുകളിൽ ഇങ്ങനെ ഹനുമാനെ കണ്ടവര് കവി നിവഹ വീരരെ കണ്ടിതു. സീതയെ വിളിച്ചു പറയുക അത് മുകളിൽ നിന്നുകൊണ്ട്, വീരരെ കവികളെ ഞാൻ കണ്ടു സീതയെ. കാകുൽസ്ഥ വീരൻ അനുഗ്രഹത്താലകം. ശ്രീരാമന്റെ കാകുൽസ്ഥ എന്ന് വെച്ചാൽ ശ്രീരാമന്റെ അനുഗ്രഹത്താൽ ആണ് എനിക്ക് അങ്ങനെ കാണാൻ പറ്റി. നിശിചരവര ആലയമാകിയ ലങ്കയും, നിശിചരന്മാരുടെ ആലയമാകിയ ലങ്കയിൽ നിശേഷം ഉദ്യാനവും ദഹിപ്പിച്ചതു, അവിടെയൊക്കെ നശിപ്പിച്ചു. വിഭുതകുല വൈരിയാകും ദശഗ്രീവനെ വിസ്മയം ആമാർ കണ്ടു പറഞ്ഞതു. ഇനിയിപ്പോൾ തിരിയത്തില്ല, സമയം പോന്ന്, സ്പീഡ് കൂടും. ചടതി ദശരഥസുതൻ ഒടുക്കഥ ചൊല്ലുവൻ ജാമ്പവതാദികളെ നടന്നേടുവൻ. നമുക്ക് പെട്ടെന്ന് തന്നെ ദശരഥസുതനോട് ശ്രീരാമൻ ചെന്ന് പറയാം, പെട്ടെന്ന് നടക്കൂ. അതുപൊഴുത് പവനതനയനും അതുപൊഴുത് പവനതനയനും അവരാദരിച്ച് ആലിംഗ ഗാഠം ആശുംബ വാലാഞ്ചലം. ഇത് കേട്ടപ്പോൾ അവരെല്ലാം ഹനുമാനെ ആലിംഗനം ചെയ്ത് ആദരിച്ചു. ഒരക്ഷരം നമ്മളെ മനസ്സിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ
വായിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വരും, ശീലമില്ലല്ലോ. അതുകൊണ്ട് എന്താ നമുക്ക് ഒരു പിടിയും കിട്ടില്ല, പിന്നെ ഒരു അക്ഷരം എന്താന്ന് പോലും പിടി കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു സാധനം ഈ അക്ഷരങ്ങൾ ഇതിനകത്തുള്ളത്. അത് പൊഴുതു പവന തനേനും അവരാദരിച്ച് ആലിംഗ്യഗാഠം ആ ചുംബ്യ വാലാഞ്ചലം. അത് ചുംബിച്ചു വാൽ വരെ, ഹനുമാന്റെ ദേഹം മൊത്തം ചുംബിച്ച് വാല് വരെ മുത്തം കൊടുത്ത്, അത്ര സ്നേഹമായി. കുതുകമുണ്ട് കവി നിചയ അനിലജനെ മുന്നിട്ട് കൂട്ടമിട്ട് ആർത്ത് വിളിച്ചു പോയിടിനാൻ. ഹനുമാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ പുറക്കലായിട്ട് ആർത്ത് വിളിച്ചുകൊണ്ട് പോയി. പ്ലവകകുല പരിവൃഢനും ഉഴൽ നടകൊണ്ടുപോയി പ്രസ്രവാണചലം കണ്ടുമേ വീടിനാർ. കുസുമദലഫല മധു ലതാ തരു പൂർണ്ണമാം. അതായത് വള്ളികളും പഴവർഗ്ഗങ്ങളുള്ള എല്ലാം ഒരു പ്രത്യേക ഒരു ഇത് എല്ലാം കഴിക്കാനുള്ള, അത് സുഗ്രീവൻ്റെ ആണത്. എന്തോ പറയുന്ന ഫലങ്ങളെല്ലാം ഉള്ള ഒരു പൂന്തോട്ടമല്ല, മാമ്പഴത്തോട്ടം. കുസുമ, അവിടെ പുഷ്പം, കുസുമ ദല ഫല മധു ലത തരുപൂർണം. വൃക്ഷങ്ങളും ലതകളും മധുവും ഫലങ്ങളും ദലങ്ങളും കുസുമം ഒക്കെ ഉള്ള ഒരു പൂർണ്ണമാകുന്ന ഒരു ഉൽമ സമാമൃതം സുഗ്രീവൻ പാലിച്ച് അവിടെ ദൂതന്മാരെയൊക്കെ കാവൽക്കാരൊക്കെ ആയിക്കൊണ്ട് അങ്ങനെ ഒരു സ്ഥലം. അവിടെ ക്ഷുധിത പരിപീഡിതരായ കവികുലം, ഇവരെല്ലാം വിശപ്പും ദാഹിച്ചിങ്ങനെ ക്ഷീണിച്ചു പോയതല്ലേ. ക്ഷുദ്ധിനാശാർത്ഥം ആർത്തിയാ പറഞ്ഞത്, വിശപ്പിൻ്റെ ആർത്തി കൊണ്ട് പറഞ്ഞു. ഫല നികര സഹിതം ഇഹ മധുര മധുപൂരവും ഭക്ഷിച്ചു ദാഹവും തീർന്നാമൊക്കവേ അങ്ങനെ വേണം പോകാൻ. അത്രമാത്രം ദാഹിച്ച് ക്ഷീണിച്ചു പോയി. തരണിസുത സവിധം ഉപഗമ്യ വൃത്താന്തങ്ങളിൽ താമസം കൈവിട്ടുണർത്തിക്ക സാധനം. സീതാവൃത്താന്തങ്ങളൊക്കെ താമസം കൈവിട്ടുണർത്തിക്ക സാധനം. അതിനനുവദിച്ച് അരുളേണം എന്ന ആശ പൂണ്ട് അംഗതനോട് അപേക്ഷിച്ചവർ അനന്തരം അവനും അവരോട് ആജ്ഞയെ ചെയ്ത്. ഇങ്ങനെ ഇതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ പോകണം, താമസം കൈവിട്ടുണർത്തിക്കുക, നമുക്ക് അല്പം താമസിച്ച് പോകാം, ഇത് ഇച്ചിരി കഴിച്ച് ദാഹമൊക്കെ തീർത്ത് വിശപ്പൊക്കെ ഇല്ലേ, അതിനെ അനുവദിച്ച് അരുളയണം. അതിന് അംഗതനാണല്ലോ അതിൻ്റെ പിന്നത്തെ തമ്പി, അതായത് പിന്നെ സുഗ്രീവനോട് അത്രയില്ലേ യുവരാജാവ് പോലെ നിൽക്കുന്ന ഒരാളല്ലേ. അപ്പോൾ സുഗ്രീവൻ്റെ ആജ്ഞ പാലിക്കുന്നതിന് അംഗതനോടും പറയാമല്ലോ ഇവർക്ക്. അവിടെ അംഗതനോട് പറയുന്നത് അതിനെ അനുവദിച്ച് അരുളയണം എന്ന ആശ പൂണ്ട് അംഗതനോട് അപേക്ഷിച്ചവർ അനന്തരം. അംഗതൻ വെച്ചാൽ ബാലയുടെ മകൻ. അതിനും അവന് അവനോട് ആജ്ഞ ചെയ്തു. അതിനവനും അവരോടുടൻ ആജ്ഞയെ ചെയ്യുകയാൽ ആശു മധുവനം പുക്കിയതെല്ലാവരും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ മധുവനത്തിലേക്ക് പോയി. ദാഹിച്ച് ക്ഷീണിച്ചിരിക്കല്ലേ. പരിചോട് അതിമധുര മധുപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ. രതിമുഖനും അനിശമധു പാലനം ചെയ്ത് ദാനമാനേന സുഗ്രീവസ്യ ശാസനാൽ. അതായത് ദാനമാനേന സുഗ്രീവസ്യ ശാസനാൽ രതിവദന വചനമോട് നിയതം അത് കാക്കുന്ന ദണ്ഡധരന്മാരടുത്ത് തടുക്കയാൽ അവർ വന്ന് തടുത്തു. അവിടെ കാവൽക്കാരുണ്ട്, ഇതിൽ നോക്കാനെടുക്കാനൊക്കെ അതിനെ പാലിക്കാൻ സുഗ്രീവനാക്കിയിട്ടുണ്ട്. പവനസുത മുഖ കവികൾ മുഷ്ടിപ്രഹാരേണ പാഞ്ഞാർ ഭയപ്പെട്ട അവരതി ദ്രുതം. അവരിവിടെ തടഞ്ഞു, ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. അപ്പോഴെന്ത് വന്നു, ഇവർ മുഷ്ടി ഉരുട്ടിക്കൊണ്ട് അവരെ ശരിയാക്കി. അപ്പോൾ അവർ ഓടി, ഭയപ്പെട്ട് അവർ അതിദ്രുതം ഓടി. ത്വരിതമഥ ദധിമുഖനും ആശ സുഗ്രീവനെ തൂർണം ആലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലാം. അങ്ങനെ സുഗ്രീവനൊക്കെ ചെന്ന് പറഞ്ഞു. ത്വരിതമഥ ദധിമുഖനും ആശ സുഗ്രീവനെ തൂർണം ആലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ. അവരെന്ന് സുഗ്രീവനത്തിൽ പറഞ്ഞു. തവ മധുവനത്തിന് ഭംഗം വരുത്തിനാൻ താരയനാദികളായ കവിബലം. താരയൻ അംഗദനും കവികളെല്ലാം കൂടെ വന്ന് ഈ മധുവനത്തിന് മധുവനമെന്ന് അതിൻ്റെ പേര്, മധുച്ച പഴവർഗ്ഗങ്ങൾ, അവിടെ ഭംഗം വരുത്തുന്നു ഈ അംഗദനൊക്കെ. സുചിര മധുതവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരം ആധിപത്യേന വാണേനകം. ഞങ്ങളത് അത് നല്ല കരുണ പോലെ അതിനെ പാലിച്ച് ഞങ്ങൾ നന്നാക്കി വെച്ചേക്കുന്നതാണ് അഹം. ബലമധന സുതനയനാദികളൊക്കവേ വന്ന് ഭൃത്യജനത്തെയും വെന്നുടൻ. അതുകൊണ്ട് അംഗദാദികളെല്ലാം വന്ന് ഭൃത്യജനത്തെ ഞങ്ങളെ വേദനിപ്പിച്ചു വന്ന് വെന്നുടൻ. മധുവനവും ഇത് പൊഴുതഴിച്ചു തെന്നിങ്ങനെ തകർത്ത്, മധുവനൊക്കെ തകർത്ത് കളഞ്ഞു. ഒക്കെ പറിച്ചെടുക്കുക ചെയ്യുമ്പോൾ അവർ സൂക്ഷിച്ച് കാത്തു പോയിട്ട് കണക്ക് അല്ലല്ലോ. ഇവർ എന്നില്ല ദാഹിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതും ഇതൊക്കെ അങ്ങ് പറിച്ചെടുക്കും. മധുവനവും ഇത് അഴിച്ചതെന്ന് വെച്ചാൽ എന്താ, തകർത്ത്. ഇത് പൊഴുതഴിച്ചതെന്നിങ്ങനെ മാതുലവാക്യം ആകർണെ സുഗ്രീവന്. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, നിജമനസി മുഹുരഭി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാ രാമനോട് ചൊല്ലിടിനാൻ. അങ്ങനെ
ഇത് കേട്ട് സുഗ്രീവൻ അതിലൊരു വിഷമവും. എന്താ കാരണം, ഇത്രയും ആഗ്രഹത്തോട് ഇത്രയും തകർപ്പൊന്നെങ്കിൽ എന്തോ കാര്യം സാധിച്ചിട്ടുണ്ടെന്ന് സുഗ്രീവൻ ശ്രീരാമനോട് പറഞ്ഞു. എന്തെങ്കിലും അവർ പോയ വഴിക്ക് കാര്യസാധ്യം വന്നില്ല, ഇങ്ങനെ തകർക്കാൻ വരത്തില്ലല്ലോ, പേടിച്ചും ഭയന്നും നടക്കത്തില്ലയോ, ഒരു വധിക്കുമോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും നോക്കാതെ വന്നാൽ. അതുകൊണ്ട് സുഗ്രീവന് മനസ്സിലായി ഇത് സീതയെ കണ്ടു കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ സന്തോഷത്തോടെ സുഗ്രീവൻ നിജമനസ്സിൽ മുഹുരാപ്പി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാ രാമനോട് ചൊല്ലിടിനാൻ. പവനതനയാദികൾ കാര്യവും സാധിച്ച് പാരം തെളിഞ്ഞു വരുന്നത് നിർണയം. മധുവനം അതല്ല എന്നാകിൽ എന്നെ ബഹുമാനിയാതെ ചെന്നു കാണുകയില്ലാരുമേ. മധുവനത്തിൽ സുഗ്രീവനോട് ചോദിക്കാതൊന്നും ബഹുമാനിക്കാതെ ചെന്ന് അങ്ങനെ കയറത്തില്ല ആരും. അവരെ വിരവോട് വരുവതിന് ചൊല്ലു. ഈ വന്ന് പറഞ്ഞവരോട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് പറയൂ, അവരെ പെട്ടെന്ന് ഈ വരാൻ പറയൂ എന്ന് പറഞ്ഞു. അല്ല, ഒന്നും പറഞ്ഞില്ല. അവിടെ തകർത്തെന്ന് വന്ന് ഒന്നും ദേഷിച്ചില്ല. അവരെ വിരവോട് പെട്ടെന്ന് വരുവതിന് ചൊല്ല് അങ്ങ്. ചെന്ന് ആത്മനെ ഖേദിക്കാൻ വേണ്ട വൃഥ, നിങ്ങൾ വെറുതെ വിഷമിക്കേണ്ട, ഇത് അവർ പറിച്ച് തിന്നോട്ടെ, അവൻ ഖേദിക്ക വേണ്ട വൃഥാ ഭവാൻ. അവനും അത് കേട്ട് ഉഴറിച്ചെന്ന് ചൊല്ലിനാൻ അഞ്ജനാ പുത്രാദികളുടെ പ്രസാദനം. ഹനുമാനോടും എല്ലാവരും ചെന്ന് അത് കേട്ട് ചെന്ന് പറഞ്ഞു. എന്തു പറഞ്ഞ്? അനിലതനയാങ്കത ജാമ്പവാദികളെ, അത് എല്ലാവരോടും വിളിച്ചു പറയാം. അനിലതനയാങ്കത അനിലതനയനാരാ? അനിലതനയാങ്കത ഹനുമാനെ, ജാമ്പവാദികൾ അത് ജാമ്പവാനി, പിന്നെ ആരെയാ? അഞ്ജസ സുഗ്രീവ ഭാഷിതം. നിങ്ങൾ കേൾക്കൂ, സുഗ്രീവൻ പറയുന്നു, ഭാഷിതം പറയുന്നു, കേൾക്കയാൽ പുനരവനും അത് പൊഴുതു വാച്ച സന്തോഷേണ പൂർണ്ണ വേഗം നടന്നാശിച്ചുണ്ട്. നിങ്ങളെ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ പോകുന്നു. പൂർണ്ണവേഗം നടന്ന് ആശിച്ചു നേടിനാൻ. പുകൾ പെരിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ വരൻ. അവരവിടെ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ നടന്ന് ചെന്നു. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? പുകൾ പെരിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ വരൻ പുരമഥന ഹൃദിമരു അഖില ജഗദീശ്വരൻ. അതായത് ശിവന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന നാരായണൻ ശ്രീരാമൻ. നാരായണൻ ശ്രീരാമൻ ഒന്നാണല്ലോ. അപ്പോൾ ശിവന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് ശ്രീരാമൻ, അത് നാരായണൻ. അതാണ് പുരമഥനം. ഹൃദി മരുവും അഖില ജഗദീശ്വരൻ, എല്ലാവരുടെയും ഹൃദയത്തിലാണ്. ശ്രീരാമനായാലും നാരായണനിലും എല്ലാം ഉണ്ട്. അത് ശിവന്റെ ഹൃദയത്തിലാണ്. ഇത് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. പുഷ്കര നേത്രൻ പുരന്തര സേവിതൻ പൂജകപതി ശയനൻ അമലൻ ശ്രീ ജഗൽ പരിപൂർണൻ പുരുഹൂത സോദരൻ മാധവൻ. ഭഗവാനെ പുകഴ്ത്തുവാണ്. പൂജക നിവഹാസനവാഹനൻ കേശവൻ പുഷ്കരപുത്രീ രമണൻ പുരാതനൻ പൂജകകുലഭൂഷണാരാധിതാംഘ്രിദ്വയൻ പുഷ്കര സാംഭവ പൂജൻ നിർഗുണൻ ഭുവനപതി മഖപതി സദാപതി മൽപതി. അതായത് ഈ ഭുവനത്തിൻ്റെ പതിയാണ്, മഖപതിയാണ്, സദാപതിയാണ്, മൽപതിയാണ്. എന്നുവെച്ചാൽ മൽപതി നമ്മുടെ പതി, എല്ലാവർക്കും മൽപതി എന്ന് പറയാം. ഇവിടെ ഹനുമാനും മൽപതി എന്ന് പറയുന്നത്. നമുക്കും എന്തു പറയണം? എൻ്റെ പതിയാണ് ശ്രീരാമൻ, നമ്മുടെ പതിയാണ്, ഭുവനപതിയാണ്, മഖപതിയാണ്, സദാപതിയാണ്, മൽപതിയാണ്. പുഷ്കര ബാന്ധവപുത്ര പ്രിയസഖി ബുധജന ഹൃദയസ്ഥിതൻ, ബുധജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, വിജ്ഞാനികളുടെ പൂർവ്വദേവാരാധി പുഷ്കര ബാന്ധവ വംശ സമുദ്ഭവൻ ഭുജബലവദാംബരൻ പുണ്യജനാത്മകൻ ഭൂപതി നന്ദനൻ ഭൂമിജാവല്ലഭൻ, അത് സീതയുടെ വല്ലഭൻ, ഭുവനതല പാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂതിപ്രദൻ പുണ്യജനാർച്ചിതൻ ഭുജഭവ കുലാധിപൻ പുണ്ടരീകാനനൻ പുഷ്പബാണോപമൻ ഭൂരികാരുണ്യവാൻ ദിവസകരപുത്രനും സൗമിത്രിയും മുദാദിഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തതം. ഇതെല്ലാം ഭജിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് അടുത്ത് ചെന്നു. ആരൊക്കെയാ? ദിവസകരപുത്രൻ, അത് സൂര്യപുത്രൻ. ദിവസത്തിൽ വരുന്ന ആരാ? സൂര്യനല്ലേ. അപ്പോൾ സൂര്യപുത്രൻ, അതായത് സൗമിത്രിയും പിന്നെ ദിവസകരപുത്രൻ സുഗ്രീവനും സൗമിത്രി മുത ദിഷ്ടപൂർണ്ണം ഭജിച്ച് അന്തികയെ സന്തം. അതായത് ഈ ശ്രീരാമനെ ഇത് ഭജിക്കുന്നത് ആരാണ്? ലക്ഷ്മണൻ, സൗമിത്രിയും ദിവസകരപുത്രൻ, അതിൻ്റെ പേരെന്തുവാ? സുഗ്രീവൻ. അപ്പോൾ ശ്രീരാമനെ ഇവർ രണ്ടും ഉടനെ ഭജിച്ചുകൊണ്ടിരിക്കുക. ഇവർ ചെല്ലുമ്പോൾ ദിവസകരപുത്രനും സൗമിത്രിയും മുത ദിഷ്ടപൂർണ്ണം ഭജിച്ച് അന്തികയെ സന്തതം. അങ്ങനെ അന്തിക തന്നെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് ഭജിച്ചുകൊണ്ട് വിപിനഭൂമിയെ സുഖതരം ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ ഇവരിങ്ങനെ സുഖതരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് വീണു വണങ്ങിനാർ വായുപുത്രാദികൾ. ഇവിടെ ചെന്ന ഹനുമാനും എല്ലാവരും കൂടെ അവിടെ ചെന്നപ്പോൾ ഇവർ രണ്ടും ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും സന്തതം.
അപ്പോൾ ഇവരെന്ന് വീണു വണങ്ങി സ്തുതിച്ചു വായുപുത്രാദികൾ. പുനരഥ ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണ്ണമോദം പറഞ്ഞ അനഞ്ജനാത്മജൻ. കനിവിനോട് കണ്ടേനഹം ദേവിയെ തത്ര, ഞങ്ങൾ കണ്ടു, കനിവോട് കണ്ടു. കർപ്പൂരേന്ദ്രാലയെ സങ്കടമെ, അത് കനിവിനോട് കണ്ടേനഹം ദേവിയെ തത്ര കർപ്പൂരേന്ദ്രാലയെ, അതായത് രാക്ഷസ രാജധാനിയിൽ, രാക്ഷസന്മാരുടെ രാജധാനിയിൽ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഹനുമാൻ പറഞ്ഞു. കനിവിനോട് കണ്ടേനഹം ദേവിയെ തത്ര, എവിടെയാ? കർപ്പൂരേന്ദ്രാലയെ, രാക്ഷസകുലത്തിൽ രാജധാനിയിൽ കണ്ടു. അപ്പോഴേ ഇവർ മിത്രനും മിത്രാതനയനും ഇത് എന്താ പറയുന്നേ, ഇവരെല്ലാം സന്തോഷിച്ച് സങ്കടമെന്നിയേ, സങ്കടത്തോടിരുന്ന് പ്രാർത്ഥിക്കായിരുന്നല്ലോ അവർ. അപ്പോൾ ഇത് കണ്ടെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് സങ്കടമൊക്കെ പോയി. സങ്കടം എന്നിയേ കുശലവും ഉടൻ വിചാരിച്ചതു താവകം, കൂടെ സുമിത്രാതനയനും സാദരം. അപ്പോൾ സുഗ്രീവന് അത്രമാത്രം സന്തോഷം, സങ്കടമൊക്കെ പോയി. ഭജിച്ചിരുന്ന് വിഷമിച്ച്. അവരുടെ പ്രാർത്ഥനയാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്. അതിൽ നമ്മുടെ മക്കൾ തന്നെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് എപ്പോഴും അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ നല്ല അച്ഛനും അമ്മമാരാണെങ്കിൽ, എല്ലാവരും ആണോന്നില്ല, അവർ മക്കൾ വരുവോളും പിന്നെയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതുപോലെ ഇവിടെ ശ്രീരാമൻ്റെ അടുക്കൽ സുഗ്രീവനും ലക്ഷ്മണനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹനുമാനൊക്കെ ഒരു സ്ഥലത്ത് പോയേക്കല്ലേ, കണ്ടുപിടിക്കണ്ടേ, ദുഃഖമില്ലാതെ വരണ്ടേ, തിരിച്ചു മടങ്ങി. അതുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അവർക്ക് സങ്കടമൊക്കെ പോയിട്ട് കുശലവും ഉടൻ വിചാരിച്ച് തതുതാപകം, കൂടെ സുമിത്രാതനയനും സാധനം, അദ്ദേഹം കൂടെ കൂടി, ലക്ഷ്മണനും സുഗ്രീവനും കൂടെ. ശിഥിലതര ചിഗുരമോട് അശോകവനികയിൽ ശിംശപാ മൂലദേശേ വസിച്ചിടിനാൾ, അങ്ങനെ പറഞ്ഞു. അവിടെയാണെന്ന്. അനശനമോട് അതികൃശ ശരീരേ അന്വഹം, ശരീരമൊക്കെ ക്ഷീണിച്ചു, കൃശ ശരീരമായി ദേവിയുടെ നിരാഹാരൊന്നും കഴിക്കാതെ, അനശനം എന്നുവെച്ചാൽ അനശനച്ച ആഹാരം കഴിക്കാതെ ശരീരമൊക്കെ ഒട്ടി, അന്വഹം ആശര നാരി പരിവൃതയ, അവിടെയുള്ള രാക്ഷസ സ്ത്രീകളുമായി അവർ കാത്തുകൊള്ളുന്നുണ്ട്. അഴൽ പെരുകി മുറുകി ബഹുബാഷ്പവും വാർത്തുവാർ, അയ്യോ സദാ രാമരാമേതി മന്ത്രവും മുഹുരഭി ജപിച്ചു വിലപിച്ചു. ഇപ്പോഴും രാമാരാമ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നല്ലാതെ ആഹാരമൊന്നും കഴിക്കാതെ അഴലെല്ലാം പെരുകി, അഴൽ തീയാണ് ഉള്ളിലെല്ലാം, ദുഃഖിച്ച് കരഞ്ഞ് ബഹുബാഷ്പവും വാർത്ത് അയ്യോ സദാ രാമരാമേതി മന്ത്രവും മുഹുരവി ജപിച്ചു വിലപിച്ചു. മുഖാംഗമേവുന്ന നേരത്ത് ഞാൻ തഥാ ആദികൃശ ശരീരനായ വൃക്ഷശാഖാന്തരെ, ഞാൻ അങ്ങനെ ജപിച്ചും കരഞ്ഞിരുന്ന സമയത്ത് ഞാനിങ്ങനെ ചെന്ന് വൃക്ഷശാഖയുടെ അന്തരെ ആനന്ദം ഉൾക്കൊണ്ടിരുന്നതിന് അനാകുലം, എന്ന് വെച്ചാൽ കണ്ടല്ലോ, സീത കണ്ടപ്പോൾ സന്തോഷം, ഞാൻ അതിൻ്റെ മുകളിലിരുന്നു. അങ്ങനെ ആനന്ദം ഉൾക്കൊണ്ടിരുന്നതിന് അനാകുല. തവ ചരിതം അമൃത സമം അഖിലം അറിയിച്ചതാ, തമ്പിയോടും നിന്തിനോട് തന്നോടും. ഈ പറഞ്ഞതെല്ലാം ഇങ്ങനെ തമ്പിയോടും നിന്തുടി തന്നോടും ചെറുതുടജ ഭൂവി രഹിതരായി മരും വിധോ ചെന്ന് ദശാനൻ കൊണ്ടങ്ങ് പോയതും സവൃസുതനോട് ജഡതി സൗഖ്യമുണ്ടായതും സക്രന്ദൻ ആത്മജൻ തന്നെ വധിച്ചതും. അതായത് മുമ്പ് രാമനും ലക്ഷ്മണനും ഉള്ള സമയത്ത് സീതയെ കണ്ടുപോയ വിവരങ്ങൾ ഇതൊക്കെ പതുക്കെ മണ്ടയിൽ നിന്ന് ഇങ്ങനെ ഹനുമാൻ പറഞ്ഞുകൊണ്ടേ ഇരുന്നു. അതാണ് അവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയം നമുക്കതെല്ലാം അറിയാവുന്ന കാര്യമാണ്. ക്ഷിതി അപ്പോൾ ഇങ്ങനെ വന്നവർക്ക് ഭാര്യയെ സക്രന്ദനാത്മജ ഇന്ദ്രപുത്രനെ വധിച്ച കാര്യവും, ക്ഷിതി ദുഹിതുരന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കീശൗഖമാശു നിയുക്തമായി ഇടിനാർ. അവരിൽ ഒരുവൻ ഇവിടേക്ക് വന്നിടിനേൻ അർണവൻ ചാടിക്കടന്നത്. അങ്ങനെ സഖ്യം ചെയ്ത് ഒരുപാട് കവിവരന്മാരെല്ലാം പറഞ്ഞു വിട്ടതിൽ ഒരുത്തൻ ഞാൻ ഇവിടെ വന്നു. അതാണ് ഹനുമാൻ ഇങ്ങനെ അവിടെ നിന്ന് പറയാം. അങ്ങനെ എല്ലായിടവും സീതയെ അന്വേഷിച്ച് പോയപ്പോൾ കവികളിൽ ഒരുത്തൻ ഞാൻ ഇവിടെ വന്നു, ഞാനാണ് വന്നതൊക്കെ ഇവിടെ ആരോടും പറയുന്ന രീതിയിലല്ലാതെ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പറഞ്ഞ് സീത കേൾക്കാൻ. അങ്ങനെ അവരിൽ ഒരുവൻ ഇവിടേക്ക് വന്നിടനേൻ അർണവൻ ചാടിക്കടന്നത് വിദ്രം, ഞാൻ സമുദ്രം ചാടി ഇവിടെ വന്നതാണ്. രവിതനയ സജീവൻ ആശുക നന്ദനൻ രാമദൂതൻ ഹനുമാനെന്ന നാമവും. രവിതനയ സജീവൻ നന്ദനാണ്. അതായത് സുഗ്രീവനാണല്ലോ വിട്ടത്, രവി തന്നെ അതാണല്ലോ. നമ്മൾ രാമദൂതനായിട്ടാണ് ഞാൻ, ഹനുമാൻ എന്നാണ് എൻ്റെ പേര്, ഞാൻ രാമൻ്റെ ദൂതനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഭവതയെയും ഇഹ ചടതി കണ്ടുകൊണ്ടേനഹോ, അങ്ങനെ ഭവതയെ ഇപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ കണ്ടു. ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മിതം, ഞാൻ കണ്ടു, ഭാഗ്യം, ഞാൻ ധന്യനായി. ഇതൊക്കെ ഇങ്ങനെ എവിടെ നിന്ന് പറയുന്നു? മരത്തിൻ്റെ മുകളിൽ ഇലക്കിടയിൽ നിന്ന് ഒളിച്ചിരുന്ന് ഇങ്ങനെ ആരും കേൾക്കാതെ. കാരണം ആര് കേൾക്കാതെ? രാക്ഷസന്മാരെ കേട്ടൂടാ, കണ്ടുകൂടാ. അതുകൊണ്ട് കുഞ്ഞായിരിക്കുവാണ്, ആരും കാണാത്തതിന് സൗണ്ട് മാത്രം പതുക്കെ സീത കേൾക്കാൻ വേണ്ടി. ഫലിതമഖിലം അയാദ്യ പ്രയാസം വൃശം,
പത്മജാലോകനം പാപ വിനാശനം മമ വചനമിതി നിഖില ആകർണ്യ ജാനകിയുടെ കർണത്തിൽ കേട്ടു. മമ വചനം, അത് ഹനുമാന്റെ ഈ ഇത് ആരോട് പറയുന്നു? ഇപ്പം നടന്ന സംഭവം ചെന്നിട്ട് ശ്രീരാമനോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ ആയിരുന്നു ഞാൻ ചെയ്തതെന്ന്. അത് ഹനുമാൻ മമ വചന, എൻ്റെ ഈ വചനം ഇത് നിഖില ആകർണ്യ ജാനകി ഇങ്ങനെ കർണത്തിൽ കേട്ടു. മന്ദമന്ദം വിചാരിച്ചത് മാനസി, അങ്ങനെ ഇത് എവിടെ നിന്ന് കേൾക്കുന്നു എന്ന് മന്ദമന്ദം ഇങ്ങനെ വിചാരിച്ചിരുന്നു ദേവി. ശ്രവണയുഗളാമൃതം കേനമേ ശ്രാവിതം അഗ്രേസരനവൻ നിർണയം മമന നയനയുഗളപഥമായ ആദു പുണ്യ മമ നയനയുഗള പദം ആയാത് പുണ്യവാൻ മാനവ വീര പ്രസാദേന ദൈവമേ. ഇതൊരു പുരുഷനാണ് പറയുന്നതെങ്കിൽ എൻ്റെ അടുക്കലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഹനുമാൻ ഇങ്ങനെ ചെന്ന് സീതയെ കാണിച്ചത്. അത് ഇനി അങ്ങനെ പറയേണ്ട, വായിച്ചു പോകാം. നമുക്ക് നേരത്തെ വായിച്ച കാര്യങ്ങൾ ശ്രീരാമൻ്റെ പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ, അതിന് പറയേണ്ട കാര്യമില്ല, ഒരു വട്ടം നമ്മൾ വായിച്ചതാ. ഇത് വീണ്ടും ചെന്ന് ശ്രീരാമൻ ഇങ്ങനെയൊക്കെ നടന്നെന്ന് പറയുന്നതാ. വചനമിതി മിഥിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരണ സൂക്ഷ്മ ശരീരനായി. അങ്ങനെ ഒരു ഒന്നുകൂടെ സൂക്ഷ്മ ശരീരനായിട്ട് വിനയമോട് തൊഴുത് അടിയിൽ വീണ് വണങ്ങി ഞാൻ ശ്രീദേവി വണങ്ങി വിസ്മയത്തോട് ചോദിച്ചത്. ദേവി അത്ഭുതമായി ചോദിച്ചു, അറിവതിനു പറക നീ ആരെന്നത് എന്നോട്, ആരാ നീ എന്നോട് ഇത്യാദി വൃത്താന്തം വിവരിച്ചനന്തര ഇതൊക്കെ എന്നോട് പറയൂ. കഥിതം അഖിലം മയാ ദേവ വൃത്താന്തങ്ങൾ കഞ്ചലദാക്ഷിയും വിശ്വസിച്ചിടിനാൾ. അത് പൊഴുതിൽ അകതളിൽ അഴൽ കളവതിനു ഞാൻ അങ്കുലീയം കൊടുത്തിടിനാൻ അതരാൽ മോതിരം കൊടുത്തു. വിഷമിക്കാതിരിക്കാൻ, ആളിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല പെട്ടെന്ന്, അതുകൊണ്ട് വിഷമിക്കാതിരിക്കാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഈ മോതിരം കാണിച്ചു. കരതളിരിൽ അതിനെ വിരവോട് വാങ്ങി തഥാ കണ്ണുനീർ കൊണ്ട് കഴുകി കളഞ്ഞുകൊണ്ട് മോതിരം കണ്ണുനീരെ കഴുകി ഇങ്ങനെ ശിരസി ദൃശി ഗളഭൂമി പുലത്തടത്തെങ്കിലും ശീഘ്രം അണച്ചു വിലപിച്ചതേറ്റവും പവനസുധാ കഥയ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാഷനോട് നീ കണ്ടതില്ലോ. സഖി, എൻ്റെ വിഷമങ്ങളെല്ലാം നീ കണ്ടില്ലേ? നിശിചരികൾ അനുദിനം ഉപദ്രവിക്കുന്നതും എന്നെ എപ്പോഴും ഉപദ്രവിക്കുന്നു. നീ അങ്ങ് ചെന്ന് ചൊല്ലുകെന്ന് ചൊല്ലിയതിനാൾ തവ ചരിതം അഖിലം അലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കവിസേനയോടും ദ്രുതം. അവരോട് ചെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവരെ കൊണ്ട് വരാം. അവനി പതിയെ വിരവോട് കൂട്ടിക്കൊണ്ട് വന്ന് ദശാസ്യകുലവും മുടിച്ചുടൻ ഞാൻ അവരെ കൊണ്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇനി പോരുന്നത്. സകുതകം അയോധ്യാപുരിക്കാശ് കൊണ്ടുപോകും. എന്നിട്ട് അവനെ കൊന്നിട്ട് അയോധ്യയിലേക്ക് സീതയെ കൊണ്ടുപോകും. സന്താപം ഉള്ളിലുണ്ടാകരുത്, അതുകൊണ്ട് വിഷമിക്കരുത്. ദശരഥസുതന് വിശ്വാസാർത്ഥമായി ഇനി ദേഹിമേ ദേവി ചിഹ്നം ധന്യമാതരാൽ, എനിക്കതിന് ചിഹ്നം എന്തെങ്കിലും അടയാളം തരൂ കൊണ്ട് കാണിക്കാൻ. പുനരൊരടയാള വാക്കും പറഞ്ഞെടുക്കുക, ഒരു അടയാളം എനിക്ക് പറഞ്ഞു തരൂ. പുണ്യപുരുഷന് വിശ്വാസസിദ്ധയെ അതും അവനി സുതയുടെ അഹം ഇങ്ങനെ ചൊന്നളവ് ആശു ചൂടാരത്നം ആദരാൽ നൽകിനാൽ ചൂടാരത്നം എടുത്ത് തന്നു. അവിടെ ഹനുമാൻ ചെന്നെന്ന് അറിയിക്കണ്ടേ, അല്ലെങ്കിൽ ചെന്ന് മോതിരം കളഞ്ഞിട്ട് കളഞ്ഞിട്ട് ചില പറയത്തില്ല. അതുകൊണ്ട് സീത കണ്ടതിനൊരു വിശ്വാസത്തിന് അദ്ദേഹം ചൂടാരത്നവും ഒരു വാക്യവും പറഞ്ഞു കൊടുക്കാണ്. കമലമുഖി കനിവിനോട് ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്ന ആൾ ഒരു ദിനം കഠിനതര നഗര നികരേണ പീഡിച്ചൊരു കാക വൃത്താന്തവും ചെലുക്കുന്ന ചെല്ലിന മാംസം അങ്ങോട്ട് ഉണക്കിക്കൊണ്ടിരുന്ന കാകൻ വന്നു. ദേവേന്ദ്രൻ്റെ മകൻ വന്നു. അപ്പോൾ ഇത് കല്ലെടുത്തെറിഞ്ഞു. അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ ഇവരുടെ മടിയിൽ കിടന്നിങ്ങനെ ഉറങ്ങിയ കാര്യങ്ങളൊക്കെ അത് പറയുമ്പോൾ ഭഗവാൻ അറിയാമല്ലോ. അങ്ങനെ അത് കഠിനതര നഗര നികരേണ പീഡിച്ചത് കാക്കയുടെ വൃത്താന്തം ചൊല്ലുന്ന കാകാകൃതിയിലാണ് വന്നത് ജയന്തൻ. ചൊല്ലുകെന്ന് ചൊല്ലിനാൾ തതനു പലതരം ഇവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്ന് മരുവും ദശാന്തരി ബഹുവിധ വചോ വിഭവേന ദുഃഖം തീർത്ത് ബിംബാധരിയെ ആശ്വസിപ്പിച്ചു ഞാൻ. വിടയും ഉടൻ അഴകൊട് വഴങ്ങി പോന്നിതു. വിട പറഞ്ഞു, യാത്ര ചോദിച്ചിട്ട് ഇനി പോരുന്നു. വേഗന പിന്നെ മറ്റൊന്ന് ചെയ്തതിനകം പിന്നെ വേറൊന്ന് ചെയ്തു. അഖില നശിചര കുലപതിക്ക് അഭീഷ്ടാസ്പദ ആരാമമൊക്കെ തകർത്തേ നിതിനുടൻ. അവനിഷ്ടപ്പെട്ട ആരാമമാണല്ലോ രാവണൻ്റെ, അതെല്ലാം തകർത്തു. പരിഭവമുടൽ കരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേൻ അസംഖ്യകം. അവിടുന്ന് എന്നെ എതിർക്കുന്നവരെയൊക്കെ ഞാൻ കൊന്നു. ദശവദന സുതനെ മുഹുരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിന് അയച്ചിരുന്ന അവനെയും മകനെയും അയച്ചു യമലോകത്ത്. അഥ ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായ ആശരാധീനെ കണ്ടു പറഞ്ഞു ഞാൻ. എന്നെ ബ്രഹ്മാസ്ത്രത്തിൽ എന്നെ ബന്ധിച്ചുകൊണ്ട് രാവണടുക്ക കൊണ്ടുപോയി. ലഘുതരം അശേഷം ദഹിപ്പിച്ചു ബദ ലങ്കാപുരം. പിന്നെയും ദേവിതൻ പദം, ലങ്കാപുരം ഭസ്മാക്കിട്ട് പിന്നെ ദേവിയുടെ പദം. വിഗത ഭയം അടിയണ വാങ്ങിപ്പോൾ നിന്ന് വീണ്ടും ചെന്ന് ദേവിയുടെ പാദമൊക്കെ വണങ്ങി ഞാൻ പോകുന്നു. വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ. തവ ചരണ നളിനമത് ദൈവ വന്ദിച്ചതു ദാസൻ ദയാനിധി പാഹിമാം. ഇതാണ് കാരണം, ഇത്രയൊക്കെയാണ് നടന്നത്. ഇനി ഭഗവാൻ പറയുന്നു, രാമൻ പറയുന്നു, ഇത് പവനസുത വചനം ആഹന്ത കേട്ടോളം ഇന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിനാൾ സുരജന സുദുഷ്കരം കാര്യം കൃതം ദ്വയ.
ദുഷ്കരമായ കാര്യമാണ്. കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചതു കേവലം സദയം ഉപകാരമി ചെയ്തതിന് ആദരാൽ സർവസ്വവും മമ തന്നി നിനക്കു ഞാൻ, എൻ്റെ സർവസ്വം നിനക്ക് തന്നി ശ്രീരാമൻ പറഞ്ഞു. അത്രമാത്രം സന്തോഷമായി. പ്രണയമനസാ ഭവാനാൽ കൃതമായ അതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ. പുനരഭിരമാവരൻ മാരുതപുത്രനെ പൂർണ്ണമോദം പുണർന്നിടിനാൻ ആദരാൽ മുരസി മുഹുരഭി അണച്ചു പുലുകിടിനാൻ ഓർക്കടോ മാരുതപുത്ര ഭാഗ്യോദയം. എല്ലാവരോടും പറയുന്നത്, അയ്യോ എന്തുമാത്രം പുണർന്ന് ഭഗവാൻ ഇങ്ങനെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ചപ്പോൾ എല്ലാവരും നോക്കടോ, പിന്നെ ഹനുമാൻ കിട്ടിയ ഭാഗ്യം. ഭുവൻ അതെല്ലാം അതിലൊരുവൻ ഇങ്ങനെയില്ലഹോ, ഈ ഭൂവിൽ ആർക്കാ ഇങ്ങനുള്ളത്? പൂർണ്ണ പുണ്യൗഘ സൗഭാഗ്യമുണ്ടായടോ. ഇത്രയും ഭാഗ്യം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഹനുമാനെ പോലെ? പരമശിവനിധി രഘുകുലാധിപൻ തന്നെ പാവനമായ കഥ അരുൾ ചെയ്തതും. ഈ കഥ ഇത്രയും ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? പാർവതിക്ക് പരമേശ്വരൻ. ഈ പരമശിവനിധി രഘുകുലാധിപൻ തന്നെ പാവനമായ കഥ അരുൾ ചെയ്തതും ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിടിനാൾ. കിളിമകളും സരസമിങ്ങനെ ചൊന്നത് കേട്ടു മഹാലോകരം തെളിയണമേ. കിളിമകള് സരസമിങ്ങനെ ചൊല്ലുന്ന പതുക്കെ ആയിരിക്കണം. നമുക്ക് ധൃതി കൂടിപ്പോണ്. ഇപ്പം തന്നെ 1:20 ഇത് കേട്ട് മഹാലോകരും തെളിയണമേ. നമ്മളെല്ലാവരും ഇത് കേട്ട് തെളിയണമേ. ഇത് ഭക്തിപൂർവ്വം എന്തായാലും നമുക്ക് ഇത്രയും സമയം എടുക്കണം. ഇത് ഭക്തിയുള്ളവരിത് കേട്ട് മനസ്സിലാക്കി. എനിക്ക് സ്പീഡ് കൂടിയോണ്ട് വ്യക്തമായി കാണത്തില്ലെന്നും വിചാരിക്കുന്നെങ്കിലും പതുക്കെ നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കൂ. ഇത്യധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാന്ഡം സമാപ്തം. ഈ പ്രായത്തിലൊന്നും ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല മക്കളെ. അതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.